ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് 10 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ, അതായത് 5 മാർക്കിന്റെ 6 മാർക്കിന്റെ ഏരിയയിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ചോദിക്കാം, 5 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഏരിയയിൽ തിയറി ചോദിക്കാം. ഇങ്ങനെയൊക്കെ ഇതായിട്ടുള്ള, എന്നാൽ എസ് എക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള, വേറെ ഏത് ചാപ്റ്ററിനും എസ് എക്ക് അത്ര എക്സ്പെക്ടേഷൻ മീൻസ് അത് ഇന്നത് ചോദിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്താണ് ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണല്ലോ ചാപ്റ്ററിന്റെ പേര്. എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 കമ്പനികൾ ഉണ്ടാവും. 2 അല്ല, ഒന്നിൽ കൂടുതൽ കമ്പനികളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഉണ്ടാവുമ്പോ ഈ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒന്നിച്ച് നമ്മൾ എടുക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? കമ്പൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു മിനിറ്റ് കേട്ടോ, ഒരു നിരക്കും ഇത് തുറന്നു വരുന്നില്ല. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ. ഒരാൾക്ക് ഞാൻ നോട്ട് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടില്ലായിരുന്നു. യെസ്, സ്ക്രീന് കാണുന്നുണ്ടല്ലോ, ഒന്ന് കമന്റ് ചെയ്യട്ടോ. സ്ക്രീനിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് കാണുന്നുണ്ടോ എന്നുള്ളത്. യെസ്. അപ്പോ എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരം കമ്പനികൾ ഉണ്ടാവാം. അതായത് പേരന്റ് കമ്പനി, പോലെ തന്നെ സബ്സിഡിയറി കമ്പനി. അതിനിപ്പോ എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെ റിലയൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, റിലയൻസ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, റിലയൻസ് ഇൻഡസ്ട്രി പ്രൈവറ്റ് ലിമിറ്റഡിന് അതിന്റെ പേരിൽ വരുന്ന വ്യത്യസ്ത കമ്പനികൾ നമുക്ക് നോക്കാം. ഒന്ന് ജിയോ നെറ്റ്വർക്ക്, ജിയോ അതിൽ വരുന്നതാണ്. രണ്ടാമത്തത് ന്യൂസ് 18 നെറ്റ്വർക്ക്. അതുപോലെ തന്നെ റിലയൻസ് പെട്രോളിയം. ഇപ്പോ ഇതില് റിലയൻസ് ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലയൻസ് ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്ത് വിളിക്കും? പേരന്റ് കമ്പനി എന്ന് വിളിക്കും. എന്തുകൊണ്ട് അതിനെ പേരന്റ് കമ്പനി എന്ന് വിളിക്കുന്നത്? അതിനെ പേരന്റ് കമ്പനി എന്ന് വിളിക്കാനുള്ള കാരണം, ഈ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ജിയോന്റെ 50% കൂടുതൽ ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്. ന്യൂസ് 18ന്റെയും 50% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. റിലയൻസ് പെട്രോളിയത്തിന്റെയും 50% ഷെയർ കൂടുതൽ, 50ൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓഹരി അവരുടെ കയ്യിൽ വെക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ 50% ഷെയറിനേക്കാളും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന കമ്പനിനെ പേരന്റ് കമ്പനി എന്നും
അതിൽ ആരുടെ ഷെയർ ആണോ ഹോൾഡ് ചെയ്തത്, ഇപ്പൊ ജിയോടെയാണ്, അപ്പൊ ജിയോനെ നമ്മൾ ഇവിടെ സബ്സിഡിയറി കമ്പനി എന്നും വിളിക്കും. സബ്സിഡിയറി കമ്പനി, ഇതും ഒരു സബ്സിഡിയറി കമ്പനിയാണ്, ഇതും ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അപ്പൊ ഒരു കമ്പനി മറ്റ് കമ്പനികളുടെ 50% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ഹോൾഡ് ചെയ്യുന്ന കമ്പനിനെ കമ്പനിന്നോ അല്ലെങ്കിൽ ഹോൾഡിംഗ്, ഒരു കമ്പനിയുടെ ഷെയർ മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനി നമ്മൾ സബ്സിഡിയറി കമ്പനി എന്നും പറയും. ഒരു കമ്പനിയുടെ ഷെയർ ആണ്, ഇപ്പൊ ജിയോന്റെ ഷെയർ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജിയോനെ നമ്മൾ എന്ത് ചെയ്യും, സബ്സിഡിയറി കമ്പനി എന്നും പറയും. ഈ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? പാരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങള്. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഡെഫിനിഷൻ വെച്ച് തന്നെ നമുക്ക് പറയാം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേരുന്നതിന് നമ്മൾ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയും. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻ വിച്ച് അതില് ദ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റീസ്, ക്യാപിറ്റലിനാണ് ഇക്വിറ്റി എന്ന് പറയാം, ഇൻകം, എക്സ്പെൻസ് ആൻഡ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്, അതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഭാഗമാണ്. ഓഫ് പാരന്റ് ആൻഡ് സബ്സിഡിയറീസ്, സബ്സിഡിയറിന്റെയും പാരന്റിന്റെയും ഈ അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസ് എല്ലാം ആർ പ്രസന്റഡ്, അത് പ്രസന്റ് ചെയ്യുന്നുണ്ട് ആസ് ദോസ് ഓഫ് എ സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി, ഒരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റിനെ പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ അതിന്റെ അസറ്റും ലയബിലിറ്റിയും ഇൻകം എക്സ്പെൻസും ക്യാഷ് ഫ്ലോ ഒക്കെ അങ്ങനെ ഒറ്റ ഒന്നാക്കി ചെയ്യുകയാണെങ്കിൽ, എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒറ്റ ഒന്നാക്കി ഒരു അവിയൽ പരുവത്തിൽ സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും കമന്റ് ചെയ്യട്ടോ, എന്നാലേ എനിക്ക് സ്പീഡ് കൂടുള്ളൂ. യെസ്. അപ്പൊ ഇനി പാരന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് പാരന്റ് കമ്പനി? പാരന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നത് തന്നെയാണ്, പക്ഷേ 2 മാർക്കിന് ചോദിക്കാം. പാരന്റ് ഇതെന്തിനാ ഞാൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തിയറി ഇത്ര പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബേസ് ഇട്ടാലേ എനിക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. പാരന്റ് ഈസ് ആൻ എൻറ്റിറ്റി ദാറ്റ് കൺട്രോൾ വൺ ഓർ മോർ എൻറ്റിറ്റി, ഒന്നോ അതിൽ കൂടുതലോ എൻറ്റിറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് പാരന്റ് കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വൺ ഓർ മോർ, മൂന്നെണ്ണത്തിന്, അപ്പൊ ഒന്നിൽ കൂടുതൽ കമ്പനിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ എന്ത് പറയാ, പാരന്റ് കമ്പനി എന്ന് പറയാം. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ആൻ എന്റർപ്രൈസ്. ഇതെന്താണ്, ഒരു എന്റർപ്രൈസ്, ഒരു സ്ഥാപനമാണ്. ഇതെന്താണ്, ഒരു സ്ഥാപനമാണ്, ഒരു എന്റർപ്രൈസ് ആണ്, ഇതൊരു എന്റർപ്രൈസ് ആണ്. ഓക്കെ. ഈ എന്റർപ്രൈസിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഹാസ് വൺ ഓർ മോർ സബ്സിഡിയറി, അതിനെന്തുണ്ട്, ഒന്നോ അതിൽ കൂടുതലോ സബ്സിഡിയറി ഉണ്ട്. It is a company which holds the majority of equity shares of another company, മറ്റൊരു 50%. Parent company is also known as subsidiary company. 3 മാർക്കിന് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാരണം പാരന്റ് കമ്പനി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങാനും ഇത് വന്നിട്ട് സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി എന്ന് പറഞ്ഞാല് ഇത് പോയത് മറ്റേ MS സൊല്യൂഷന്റെ മാതിരി ആവരുത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ യൂണിവേഴ്സിറ്റി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുള്ളൂ, സൈറ്റിലേക്ക് വരികയേ ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് എക്സാമിന്റെ കുറച്ച് മുമ്പ് വരും. ഓക്കെ, നോക്കിക്കൊണ്ടു, ചിലപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേൾക്കാറോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, അവൻ പറഞ്ഞത് ശരിയായിരുന്നു എന്ന്. ഇനി സബ്സിഡിയറി കമ്പനി. A subsidiary is a company whose majority of equity shares are held by another company. A subsidiary company എന്ന് പറഞ്ഞാൽ ആരാണ്? Who. A company എന്ന subsidiary is a company, അതൊരു കമ്പനിയാണ്. whose, അതിന്റെ ആ കമ്പനിന്റെ മെജോറിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതിന്റെ ഭൂരിഭാഗം ഇക്വിറ്റി ഷെയർസും ആർ ഹെൽഡ് ബൈ അനദർ കമ്പനി, മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനി, ഹോൾഡ് ചെയ്യുന്ന കമ്പനിനല്ല, ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനിന്റെ,
ഒരു കമ്പനിന്റെ മെജോറിറ്റി ഷെയറും മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ആ മറ്റേ കമ്പനിയിലെ ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനിയെ നമ്മൾ എന്ത് പറയുന്നത് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അനദർ കമ്പനി എന്ന് പറഞ്ഞാൽ ആരെയാണ്? പേരന്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ഒരു കമ്പനിന്റെ മെജോറിറ്റി ഷെയറും ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനിയാണ് നമ്മൾ എന്ത് പറയാ സബ്സിഡിയറി കമ്പനി. ഈ ഹൂസ് എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. എ സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ ഹൂസ് അതിന്റെ മെജോറിറ്റി ഇക്വിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ അനദർ കമ്പനി, മറ്റൊരു കമ്പനി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ പാരന്റ് കമ്പനി ഹാസ് പർച്ചേസ്ഡ് 100% ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയർ നിലവിലുള്ള ഇക്വിറ്റി ഷെയറിന്റെ 100% ഷെയറും എന്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? ഹോളി ഓൺഡ് സബ്സിഡിയറി. ഹോളി ഓൺഡ് സബ്സിഡിയറി, അതിന്റെ ഫുൾ ആയിട്ടുള്ള സബ്സിഡിയറി കമ്പനിയാണെന്ന് വിളിക്കും. ഓക്കെ ആണോ? ഇനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കൂടെ നോക്കാം. ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതെല്ലാം പാരന്റും സബ്സിഡിയറിയും കൂടെ കൂടിയിട്ടുള്ള കമ്പനിയാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് വിളിക്കാം. ഓക്കെ, ഗ്രൂപ്പ് if one company owns more than 50% of equity shares of another company, the first company is parent company, second എന്താണ് subsidiary company ആണ്. ഇതാണ് പോയിന്റ്. The parent company and subsidiary companies are collectively ഒരുമിച്ച് called group of companies. നിങ്ങൾ കണ്ടിട്ടില്ലേ ബിസ്മി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസ് എന്നൊക്കെ പറഞ്ഞിട്ട്? അപ്പൊ അതിന്റെ കീഴിൽ വേറെയും കുറെ കമ്പനികൾ ഉണ്ടാവും. ഓക്കെ, in short a group consists of parent and subsidiaries എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇനി എന്തിനാണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് സ്ട്രക്ചർ ഡയറക്റ്റ് ഹോൾഡിംഗ് ഉണ്ടാവും. ഡയറക്റ്റ് ഹോൾഡിംഗിന് ഒരു എക്സാമ്പിൾ എ ലിമിറ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ എ ലിമിറ്റഡ് ബിയിൽ 51 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 70% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 60% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എ തന്നെയാണ് ഡയറക്ട്ലി ഇവരൊക്കെ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഡയറക്റ്റ് ഹോൾഡിംഗ് ആണ്. ഇനി ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എ ലിമിറ്റഡിന്റെ അടുത്ത് വ്യത്യസ്ത രീതിയിൽ പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ വായിക്കാം. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൽ 70% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബി ലിമിറ്റഡ് സി ലിമിറ്റഡിൽ ഒരു 60% ഷെയറും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് എ ലിമിറ്റഡ് വല്യാപ്പ, ഇത് വാപ്പ. ഇനി സി ലിമിറ്റഡ് എന്താണ്? മകനുമാണ്. ഇതിപ്പോ എന്റെ ഡയറക്റ്റ് ഹോൾഡിംഗ് ആണ് ബിന്റെ ഡയറക്റ്റ് ഹോൾഡിംഗ് ആണ് സി. അങ്ങനെ വരുന്നോണ്ട് തന്നെ എ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ്? സിന്റെ പേരന്റ് കമ്പനിയാണ്. എ ഇൻഡയറക്റ്റ് ആയിട്ട് സിന്റെ എന്താണ്? പേരന്റ് കമ്പനിയാണ്. ഇതും എന്തിനാണ്? പേരന്റ് കമ്പനി കൺസെപ്റ്റാണ്. കാരണം എക്ക് വേണമെന്നുണ്ടെങ്കിൽ സിനെ നിയന്ത്രിക്കാൻ കഴിയും. എങ്ങനെ? ബിയിലൂടെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നിയന്ത്രിക്കാൻ കഴിയും. അപ്പൊ ഇൻഡയറക്റ്റ് ഹോൾഡിംഗും സംഭവിക്കാം. ഓക്കെ, അത് ഇങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഇനി എ എന്ന് പറഞ്ഞൊരു കമ്പനി, അതിന് ബിയില് 70% ഷെയർ ഉണ്ട്. ബിയില് 70% എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. സിയിലും എന്തുണ്ട്? 70% എന്തുണ്ട്? ഹോൾഡിംഗ് ഉണ്ട്. 70, 50 എന്താവട്ടെ, അത്രയും ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ സിക്കും ബിക്കും കൂടെ കൂടിയിട്ട് ഇതിൽ എന്തുണ്ട്? ഒരു 30% ഹോൾഡിംഗ് ഉണ്ട്. സോറി, രണ്ടും കൂടെ കൂടിയിട്ട് ഇവിടെ ഒരു 40%, ഇവിടെ ഒരു 11% ഹോൾഡിംഗ് ഉണ്ട്. അപ്പൊ എന്താണ്? അത് ഏതാ കമ്പനി? ഡി കമ്പനിയാണ്. അപ്പൊ ഡിനെ എ ഡയറക്ട്ലി കണക്ട് ഉണ്ടോ? ഒരിക്കലും കണക്ട് ഇല്ല. പക്ഷെ എന്റെ ബിന്റും സിന്റെയും കൂടെ കൂട്ടുമ്പം 50%-ൽ കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടല്ലോ. അങ്ങനെ അപ്പൊ ഡിയും എന്താണ്? അതിന്റെ പേരന്റ് കമ്പനിയാണ്. ഡി എന്താണ്? എന്റെ സബ്സിഡിയറി കമ്പനിയാണ്. എ ഡിന്റെ പേരന്റ് കമ്പനിയാണ്. ഇങ്ങനൊക്കെ ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് വരാം. ഡയറക്റ്റ് തന്നെ ഹോൾഡിംഗ് വേണമെന്നില്ല പേരന്റ് കമ്പനി ആവാൻ. ഇൻഡയറക്റ്റ് ആയിട്ട് എക്ക് ബിയില് 70% ഷെയർ ഉണ്ട്. ബിക്ക് എന്തുണ്ട്? സിയിലും 70% ഷെയർ ഉണ്ട്. എക്ക് സിയിലും 70% ഷെയർ ഉണ്ട്. ഇങ്ങനെ എയും ബിയും ഉണ്ട്, ബിയും എയും സിയും ഉണ്ട്. ഡിയിൽ ആർക്കൊക്കെ ഉള്ളൂ? ബിക്കും സിക്കും ഉള്ളൂ. അങ്ങനെയാണെങ്കിലും അത് എത്ര? ഇവിടെ 40%, ഇവിടെ ഇനി ഒരു 20 ആണെങ്കിൽ 20%. അപ്പൊ എന്താണ്? 50%-ൽ കൂടുതലുണ്ട് അല്ലെ? അപ്പൊ ഡി എന്താണ്? എന്റെ സബ്സിഡിയറിയും കൂടെയാണ്. ഇതാണ് ഇൻഡയറക്റ്റ് ഹോൾഡിംഗ്. ഞാൻ മുന്നോട്ട് പോവാണ്. കൺസോൾട്ടേഷൻ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിന്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്.
ആദ്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. നല്ലോണം ശ്രദ്ധിക്കുക. ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താ? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സുഖം കിട്ടില്ല, കാലൊക്കെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് എ ലിമിറ്റഡ് എന്ത് ചെയ്തു? ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്തു. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ വാങ്ങി. എത്ര ശതമാനം ഷെയർ വാങ്ങി? എക്സാമ്പിൾ ഒരു 100% ഷെയർ വാങ്ങി എന്ന് കരുതുക. എ ലിമിറ്റഡ് 100% ഷെയറും ബി ലിമിറ്റഡ് വാങ്ങി. അത് ബി ലിമിറ്റഡ് ഇപ്പൊ എ ലിമിറ്റഡ് എന്താണ്? ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനിയാണ്. അങ്ങനെ ഇരിക്കെ എന്നാ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/8/2025 വാങ്ങിയത്. അപ്പൊ ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1/8/2025 കമ്പനിയിലുള്ള പ്രോഫിറ്റിനെ മുഴുവൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിപ്പോ ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. 1/4/2025 മുതൽ 31/3/2026 വരെയുള്ള കാലയളവില് ഇവിടെയാണ് നമുക്ക് എക്സാമ്പിളിന് 1/8/2025 എന്ന് വരിക എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാലയളവിലുള്ള പ്രോഫിറ്റ് അതുപോലെ ഇതിനു മുൻപുള്ള കാലയളവിലുള്ള പ്രോഫിറ്റിനെയും നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ എന്താ വിളിക്കുക? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നാ വിളിക്കുക. അപ്പൊ ഇതെന്താണ്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇത് ഏത് എമൗണ്ട് ആയാലും ഈ ഡേറ്റ് തന്നെ ആവണമെന്നില്ല. ഇതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആയാലും ഇതിന് മൊത്തത്തിൽ നമ്മൾ എന്ത് വിളിക്കും? പ്രീ അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നതിന്റെ മുന്നുള്ള പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും വിളിക്കും. ഓക്കെ ആണോ? പ്രീ അക്വിസിഷൻ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണെന്ന് മനസ്സിലായപ്പോ യെസ്, ഇങ്ങനെയാണ് പ്രീ അക്വിസിഷൻ. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഒരുപാട് എക്സാമ്പിളുകൾ ഇവിടെ എടുക്കാം. ഇതേ കേസ് തന്നെ എടുക്കുക. ഞാൻ വ്യത്യസ്ത എക്സാമ്പിളിലൂടെയാണ് പോകുന്നത്. നല്ലോണം നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ കമ്പനിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി നോക്കുമ്പോൾ കമ്പനിക്ക് 1/4/2025 കമ്പനി തുടങ്ങുന്ന സമയത്ത് കമ്പനിന്റെ പ്രോഫിറ്റ് ഒരു 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 31/3/2026 ആയപ്പോ കമ്പനിന്റെ പ്രോഫിറ്റ് 7 ലക്ഷമായി മാറിയിട്ടുണ്ട്. എത്രയായി മാറിയിട്ടുണ്ട്? 7 ലക്ഷമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിലെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാണുക? 1/4/2025 കമ്പനി ആ വർഷം തുടങ്ങുമ്പോൾ 5 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട്. ഈ വർഷം അവസാനിക്കുമ്പോൾ 7 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം എനിക്ക് കമന്റിൽ കിട്ടേണ്ടത് ഈ കമ്പനിന്റെ ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയെന്നൊന്ന് കമന്റ് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണെന്ന് കമന്റ് ചെയ്യാൻ പറ്റും. 5 വർഷം തുടങ്ങുമ്പോൾ ഉണ്ട്, ഈ വർഷം അവസാനിക്കുമ്പോൾ 7 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട്. കമ്പനിയുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് ഈ വർഷത്തെ പ്രോഫിറ്റ് ആണ് ചോദിച്ചത്. ഈ വർഷം മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് 2 ലക്ഷമാണ്. 2 ലക്ഷം. കാരണം എന്താ? തുടങ്ങുമ്പോ 5 ലക്ഷം ഉണ്ട്. എടാ ഞങ്ങള് കോളേജിലേക്ക് വന്നപ്പം ഒരു 10,000 ഉറുപ്പ്യം കൊണ്ടാ വന്നത്. പക്ഷെ കോളേജിൽ നിന്ന് പല ആൾക്കാരുടെ അടുത്തു നിന്നും ഒരു 1000, 1500 ഒക്കെ കടം വാങ്ങി. അങ്ങനെ കോളേജിൽ നിന്ന് പോകുമ്പോ നിങ്ങളുടെ അടുത്ത് 15,000 ഉറുപ്പ്യ ഉണ്ട്. ഇന്ന് കോളേജിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പൈസ എത്ര? 5,000 അധികം ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. അപ്പൊ ഈ വർഷത്തെ പ്രോഫിറ്റ് ഓഫ് ദ ഇയർ, പ്രോഫിറ്റ് 25-26 അല്ലേ ഫിനാൻഷ്യൽ ഇയർ, അതിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷമാണ്. 2 ലക്ഷം എങ്ങനെ കിട്ടിയേ? 7 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം കുറച്ചിട്ട് കിട്ടിയതാണ്.
ഓക്കെ ആണോ? ഹലോ ഹലോ ഹലോ. ഇനി അതേപോലെ തന്നെ അതിന്റെ മുമ്പുള്ള പ്രോഫിറ്റ് 5 ലക്ഷം ഉണ്ട്. ഇനി ഇതിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാണാൻ പോവാണ്. ശ്രദ്ധിക്കണേ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കയ്യിലുള്ള ഈ 1-ാം തീയതി വരെ 1/4/2025 വരെയുള്ള പ്രോഫിറ്റ് 5 ലക്ഷം, അത് തീർച്ചയായിട്ടും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. കാരണം എന്താ, കമ്പനിനെ അക്വയർ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടെയുള്ള 5 ലക്ഷം എന്താണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് ആദ്യം ചെയ്താ പ്രോഫിറ്റ് ഓൺ 1/4/2025 5 ലക്ഷം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അല്ലെ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. 1/4/2025 നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലേ, കമ്പനിയിൽ വാങ്ങുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് അല്ലേ. ഇനി അതേപോലെ ശ്രദ്ധിക്കുക, അത് മാത്രല്ല ഈ ഒരു പീരീഡിലുള്ള പ്രോഫിറ്റും കൂടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. നമ്മൾ ഈ ഒരു വർഷം മൊത്തത്തിൽ നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ഒരു വർഷം മൊത്തം എടുക്കുമ്പോൾ നമ്മൾ 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് ഈ ഒരു പീരീഡ്, ഏതാ പീരീഡ്, ഇവിടെ കിടക്കുന്ന ഈ ഒരു പീരീഡിലുള്ളതും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. കാരണം എന്താ, ആ കമ്പനിനെ അക്വയർ ചെയ്യുന്നത് ഈ ഡേറ്റിലാണ്. അപ്പൊ ഇവിടെ നിന്നിട്ടുള്ള ഡേറ്റിലുള്ള പ്രോഫിറ്റും കൂടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അത് ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇല്ല, ഉണ്ടോ? ആ ഒരു ഇടയിലുള്ള പ്രോഫിറ്റ് എത്ര നമുക്ക് അറിയൂല. അപ്പൊ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സിമ്പിൾ ആണ്. പ്രോഫിറ്റ് അപ് ടു 1/8/2025 നോക്കുക. ആ ഒരു വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ് നമുക്കറിയാം 2 ലക്ഷമാണ്. അപ്പോ ആ ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട്? 12 മാസം ഉണ്ട് അല്ലെ. 12 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ഈ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് 1-ാം തീയതി വരെ, അപ്പൊ ഓഗസ്റ്റ് എടുക്കണ്ട, ഓഗസ്റ്റ് 1-ാം തീയതി വരെ എത്ര മാസം ഉണ്ട് നോക്കാം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, 4 മാസം ഉണ്ട്. 4 മാസം ഉണ്ട്. അപ്പോ 2 ലക്ഷത്തിന് 12 കൊണ്ട് ഹരിച്ചിട്ട് 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന എമൗണ്ട് എന്താണ്? അതും കൂടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അതെത്ര വരും? 2 ലക്ഷത്തിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, എന്നിട്ട് 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? കാൽക്കുലേറ്റർ എടുത്തിട്ട് പറയും. രൂപ. അപ്പൊ 66,667 രൂപ. ടോട്ടൽ കമ്പനിന്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 5,66,667 രൂപയാണ്. ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്യ്, പെട്ടെന്ന് കമന്റ് ചെയ്യ്, എന്നിട്ട് വേണം അടുത്ത ഏരിയയിലേക്ക് പോവാൻ. യെസ് ഓർ നോ, നോ ഓർ യെസ്. എല്ലാരും. ഷഹാനാവോ, ഫാസില, ബാക്കിയുള്ളവര്, ജിഷാന, ഓക്കെ ഓക്കെ ഓക്കെ. ഷിബിലി ഫവാസ്, ഷിബിലി ഫവാസ് ഇന്ന് നാട്ടിലെത്തിയോ? ഇതുവരെ കണ്ടില്ലായിരുന്നു. വന്നിനോ അറിയില്ല, ഞാനിപ്പോഴാണ് കാണുന്നത്, അതുകൊണ്ടാണ്. ബസ്സിന് പോന്നാ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റില് എ ലിമിറ്റഡിന്റെ ഓഹരി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഇല്ലാത്ത ടൈമിലല്ലേ ക്ലാസ് എടുക്കുക, അതിന് ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഉള്ള ടൈമിൽ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഫ്രീ ആണ്. ഓക്കെ ഓക്കെ, എന്നാ ഹെഡ്സെറ്റ് വെച്ചിരുന്നു, പള്ളിയല്ലേ. ഓക്കെ. അപ്പോ അപ്പോ നമ്മൾ ഇനി പറയാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയില് ഈ 5,66,667 രൂപയില് എത്രയാണ് എ ലിമിറ്റഡിന്റെ പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം 100% ഷെയർ ഉള്ളതുകൊണ്ട് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ എന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 100%.
ഇനി നേരെ മറിച്ച് ഇതിന് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന്റെ 80% ഷെയറെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക എ ലിമിറ്റഡിന്റെ ഷെയർ എത്രയാണ്? 56,667 അല്ലെ, സോറി, 5,60,66,667 5,60,66,667 ഇൻറ്റു 80 ഹരിക്കണം 100 അല്ലെ. ഇതിൽ മുഴുവൻ മറ്റേക്ക് മുണങ്ങാൻ പറ്റുമോ? 80% അല്ലേ വാങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ 80% എ ലിമിറ്റഡിനുള്ള ഷെയർ ഉള്ളൂ. അപ്പൊ എങ്ങനെ കാണുക? 5,66,667 ഇൻറ്റു 80% 4,53,337. 4,53,000 വയസ്സായിട്ട് മനസ്സിൽ ഓർമ്മ നിൽക്കില്ല. 4,53,333. ഇതാണ് അതിൽ ഏക്കുള്ള ഷെയറിന്റെ ഷെയറിന്. 100% വാങ്ങിയിരുന്നെങ്കിൽ ആ ഫുള്ള് കിട്ടുമായിരുന്നു. ഇതിലിപ്പോ എ വാങ്ങിയത് എത്രേ ഉള്ളൂ? 80% ഷെയർ അല്ലേ വാങ്ങിയിട്ടുള്ളൂ. ഇത് ബി ലിമിറ്റഡിന്റെ പ്രോഫിറ്റ് ആണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞത് ബി ലിമിറ്റഡിന്റെ പ്രോഫിറ്റിന്റെ കാര്യമാണ്. ബി ലിമിറ്റഡ് ഇത്രയും പ്രോഫിറ്റ് ഈ സമയത്ത് ഉണ്ടാക്കിയാണ്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ ഇല്ല എന്നൊന്ന് കമന്റ് ചെയ്യും. യെസ്. അപ്പൊ ഇനി നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 1. On 1st April 2025, subsidiary ABC Limited has ABC Limited അപ്പൊ subsidiary ആണ്, has 90,000 as surplus. സർപ്ലസ് എത്ര ഉണ്ട്? 90,000 ഉണ്ട്. ഏത് ഡേറ്റിന്? 1/4/2025. സർപ്ലസ് ഇൻ ദ ബാലൻസ് ഷീറ്റിൽ എത്ര സർപ്ലസ് ഉണ്ട്? വൈൽ ഓൺ 31st March 2026 ദ ബാലൻസ് ഇൻ സർപ്ലസ് 1,50,000 ആയിട്ടുണ്ട്. അപ്പൊ ABC ലിമിറ്റഡിന്റെ അടുത്ത് തുടങ്ങുമ്പോൾ 90,000 ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ഉണ്ട്? 1,50,000 ഉണ്ട്. H Limited acquired 80% of shares of AB Limited. H ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ABC ലിമിറ്റഡിന്റെ 80% അക്വയർ ചെയ്തു. എന്ന് 1/7/2025. അങ്ങനെയാണെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാണാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എച്ച് അതിലുള്ള ഷെയർ എത്രയാണ്? എച്ചിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ 80% ഉണ്ടാവുള്ളൂ. നമ്മളൊന്ന് കണ്ടുനോക്കൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം 1/4/2025 പ്രോഫിറ്റ് എത്ര എന്ന് കമന്റ് ചെയ്യും പെട്ടെന്ന്. 1/4/2025 പ്രോഫിറ്റ് എത്രയെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യും. എത്രയാണ്? 1/4 കേട്ടോ. 1/4 90,000. 1/4 90,000 അല്ലെ? 1/4 90,000. ഓക്കെ. എന്നാൽ 25-26 ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് എത്ര? 25-26 നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? 25-26 നമ്മൾ 60,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? 60,000. അതെങ്ങനെ കിട്ടിയേ? തുടങ്ങുമ്പോ 90,000 ഉണ്ട്, അവസാനിച്ചപ്പോ 1,50,000 ഉണ്ട്. അപ്പൊ 1,50,000 മൈനസ് 90,000. ഓക്കെ. അപ്പൊ കിട്ടുന്ന എമൗണ്ട് ആണ് ഈ വർഷത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? എല്ലാരും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട്, സാർ ഇപ്പൊ എടുക്കണ കുറച്ചും കൂടെ മനസ്സിലാവണ്ടേ, ഇപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം എന്നാടാ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ നിർത്തിയത്. ഓക്കെ, നമ്മളെ ഡിസ്കഷൻക്ക് പോവാണ് കേട്ടോ. ഇനി മാറ്റണ്ടോന്ന് എനിക്കറിയില്ല.
ചില ആൾക്കാർ ഓൺലൈനിൽ നല്ല മനസ്സിലാവലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് അതിന്റെ കാരണം എന്താണോന്നും അറിയില്ല. ഇങ്ങനെ സ്ക്രീനൊക്കെ അടുത്ത് കാണുന്നോണ്ടാണോ എന്നും അറിയില്ല. യെസ്. അപ്പൊ നോക്കാം, നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാണുകയാണ്. ഫസ്റ്റ് ഏത് സംഖ്യ ചെയ്ത് ഞങ്ങളൊന്ന് പറഞ്ഞേ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാണുമ്പോൾ ഫസ്റ്റ് ഞാൻ ഏത് സംഖ്യ ചെയ്തു? കമന്റിൽ വരട്ടെ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, കാൽക്കുലേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഹെഡിങ് ഒക്കെ കൊടുക്കുക. കാൽക്കുലേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. സോളിഡ് ഉണ്ട്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആദ്യം നമ്മൾ ഏത് ചെയ്തു? പ്രോഫിറ്റ് ഓൺ 1/4/25 എത്ര? 90,000 രൂപ. അത് ഫുൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അടുത്തത് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ 25-26 എത്രയുള്ളത്? 60,000 ഉണ്ട്. അത് 60,000 ഉണ്ട്. ഓക്കെ, അത് രണ്ടും നമ്മൾ ഇവിടെ കണ്ടെത്തി. ഈ 60,000 മുഴുവൻ നമുക്ക് കിട്ടൂല. എത്ര കിട്ടുക? 60,000 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്ന സംഖ്യ എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ അത് കാണുക? അത് കാണാൻ നമ്മൾ 60,000 ഒരു വർഷത്തതാണ്. അപ്പൊ 60,000-നെ 12 കൊണ്ട് ഹരിച്ചു. എന്നിട്ട് എന്നാ അതിന് അക്വയർ ചെയ്തത്? 1/7/2025 ഓഗസ്റ്റ് അല്ല, ജൂലൈ 1-ാം തീയതിയാണ്. അപ്പൊ ജൂലൈന്റെ മുന്നുള്ള ഡേറ്റ് എടുത്തോളി. ഏപ്രിൽ, മെയ്, ജൂൺ, 3 മാസം. അപ്പൊ 60,000 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5,000 കിട്ടും. 15,000 കിട്ടും. അപ്പൊ ടോട്ടൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1,05,000 രൂപയാണ്. ഓക്കെ ആണോ അല്ലേ? ഇനി ഇതിൽ എന്റെ ഷെയർ എത്ര? അല്ല സോറി, എച്ചിന്റെ ഷെയർ എത്ര? അതും കൂടെ ചോദിച്ചു. എച്ചിന്റെ ഷെയർ എത്ര? എച്ച് ലിമിറ്റഡിന്റെ ഷെയർ, എത്ര കാണുക? അതൊന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങള് എച്ച് ലിമിറ്റഡ് എത്ര ശതമാനം ഷെയർ അക്വയർ ചെയ്ത് നോക്കുക. അത് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. എച്ച് ലിമിറ്റഡ് 80% ഓഫ് ഷെയർ ആണ് ഓക്കെ. എച്ച് ലിമിറ്റഡിന് എത്ര? 1,05,000 ഇൻറ്റു 80 ഹരിക്കണം 100, അതായത് 84,000 രൂപ. റെഡി? യെസ്, ആയിക്കോട്ടെ. ഇനി ഇതില് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇതിൽ എത്രയെന്ന് പറയുന്നത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ കണ്ടു. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയെന്ന് പറയാൻ പറ്റുമോ? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് സിമ്പിൾ ആയിട്ട് കാണാം. കാരണം എന്താ? രണ്ട് രീതിയിൽ കാണാം. എങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഈ കമ്പനിന്റെ ഈ വർഷം ഇങ്ങോട്ടുള്ള പ്രോഫിറ്റിനല്ലേ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയാ. 1/7 എടുക്കുകയാണെങ്കിൽ, അപ്പൊ അവിടെ നമുക്ക് നോക്കുക, ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എത്ര? ടോട്ടല് 60,000 ആണ് ഈ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ്. അപ്പൊ ഈ വർഷത്തിൽ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്ര പോയിട്ടുണ്ട്? 15,000 പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി 45,000 ആണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഓക്കെ ആണോ എന്നൊന്ന് പറയട്ടോ. പോസ്റ്റ് അക്വിസിഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് അത് ഇവിടെ 90,000 എടുക്കൂല. അത് പൂർണ്ണമായിട്ടും ഇതാണ്. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും. അല്ലാതെ എന്ത് കാണാ? ഈ 60,000 തന്നെ എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് 3 മാസമാണ് എന്ത് ചെയ്തത്? പ്രീ അക്വിസിഷൻ പീരീഡ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 9 മാസം എന്താണ്? ഇങ്ങനെ ചെയ്താലും ഈ 45,000 കിട്ടും. ബാക്കി 9 മാസം അക്വയർ ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ് അല്ലേ? ഓക്കെ ആണോ? എല്ലാവരും കമന്റ് ചെയ്യും. എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഈ എക്സാമ്പിൾ 2 ഒന്ന് വായിച്ചേ. എക്സാമ്പിൾ 2.
പെട്ടെന്ന് വായിക്കിട്ടോ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ. ക്വസ്റ്റ്യൻ നോക്കാം. A Limited acquires a 75% of B Limited. A Limited B Limited 75% ആണ് അക്വയർ ചെയ്തിട്ടുള്ളത് എന്ന് 31/7/2025 31-ാം തീയതിയാണ്, ജൂലൈ മാസം. B Limited had surplus 2,30,000 on 1/4/2025. 1/4/2025 സർപ്ലസ് എത്ര? 2,30,000 ഉണ്ട്. The total surplus on 31st March 2026 എത്രയാണ്? 3,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ calculate pre-acquisition profit and post-acquisition profit and also determine a share of A in the post and pre-acquisition profit. അത് നമ്മൾ കണ്ടെത്തിയതിനു ശേഷം ഈ 75% കൊണ്ട് ഗുണിച്ചാൽ മതി. നിങ്ങൾ ആദ്യം pre-acquisition profit പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. pre-acquisition profit കമ്പനിന്റെ തുടങ്ങുമ്പം 2,30,000 ഉണ്ടായിരുന്നു. ഇപ്പൊ അവസാനിക്കുമ്പോൾ 3,20,000 ആണ്. അപ്പൊ തുടങ്ങുമ്പോ ഉള്ള പ്രോഫിറ്റ് 90K. അത് ഈ വർഷത്തെ പ്രോഫിറ്റ് ആണ് കേട്ടോ. ഈ വർഷത്തെ പ്രോഫിറ്റ് ആണ് എന്ത്? 90K. 90K എന്താണ്? ഈ വർഷത്തെ പ്രോഫിറ്റ് ആണ്. നമുക്ക് ആദ്യം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കിട്ടണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കിട്ടുക? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നോക്കുക എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്തെടുക്കണം? ആദ്യം നമ്മൾ എന്തെടുക്കും? ഇതൊരു കാര്യം മനസ്സിലാക്കുക. കമ്പനീനെ എന്നാ അക്വയർ ചെയ്തത്? കമ്പനീനെ അക്വയർ ചെയ്തത് 31 ജൂലൈ 2025. അതിന് മുമ്പുള്ള പ്രോഫിറ്റ് ഒക്കെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ഷഹാന 30,000 ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒന്ന് നോക്കാം. 1/4/2025 ഇത് എടുക്കാൻ നോക്കരുത്. ഇതെന്താണ്? പൂർണ്ണമായും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പിന്നെ 25-26 ഏൺ ചെയ്ത പ്രോഫിറ്റ് 90,000 ഉണ്ട്. ഈ 90,000 31/7 വരെയുള്ള പ്രോഫിറ്റ് എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അപ്പൊ എങ്ങനെ കാണാം? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. 31 വരെ ഉള്ളതുകൊണ്ട് ജൂലൈയും കൂടെ എടുക്കാം. അപ്പൊ 4 മാസം. ഇങ്ങനെ ചെയ്യുമ്പോ എത്ര കിട്ടുക? 90,000 ഹരിക്കണം ഇങ്ങനെ ചെയ്യുമ്പോ എന്ത് കിട്ടും? 30,000 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് വരിക. അതെത്രയാണ്? ഇടാം 2,60,000. മനസ്സിലാകുന്നുണ്ടോ? 2,60,000 മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് അറിയാം. ഇതിൽ എന്റെ ഷെയർ എത്ര? അത് കമന്റ് ചെയ്യണം. ഷെയർ, എന്റെ ഷെയർ ഇതിൽ എത്ര ഉള്ളത്? ആൻസർ ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഇത് ബാലൻസ് ഷീറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ ടൈം കുറച്ച് എടുക്കും കേട്ടോ. ഇന്നിപ്പോ രാത്രി 7 മുതൽ 10 വരെ മറ്റവർക്ക് ലൈവ് വെച്ചു. നമുക്കൊരു 4 to 6 പിടിച്ചാലിടും. ഇതിന്റെ ബാക്കി തീർക്കേണ്ടി വരൂലേ? ഒരു 4 to 6 വന്നുകൂടെ നിങ്ങൾക്ക്? ഇല്ലാത്തവർക്ക് റെക്കോർഡിംഗ് ഉണ്ടാവും. റെക്കോർഡിംഗ് ഒക്കെ എത്ര ഉണ്ടായി കാണണ്ടല്ലേ? എന്റെ ഷെയർ കമന്റ് ചെയ്ത് 1,95,000. കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നില്ലേ? 1,95,000 എത്ര? 2,60,000 25% കണ്ടാൽ മതി. ഇനി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഒന്ന് പറഞ്ഞേ. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. 2 മെത്തേഡ് ചെയ്യാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പോസ്റ്റ് അക്വിസിഷൻ ഒരിക്കലും ഈ 2.30 ഒരു പങ്കുമില്ല. പോസ്റ്റ് അക്വിസിഷൻ അക്വയർ ചെയ്തതിനു ശേഷമുള്ള. റമീസ് ഒക്കെ കമന്റ് ചെയ്തതിന്, ഫാസിൽ കമന്റ് ചെയ്തു. നോക്കുക 90,000 ആണ് നമുക്ക് ആ വർഷം കിട്ടിയ പ്രോഫിറ്റ്. അതിൽ പ്രീ അക്വിസിഷൻ എത്ര ഉണ്ട്? 30,000 ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് 60,000. ഓക്കെ ആണല്ലോ?
ഇനി ഇത് വേറെ രീതി ചെയ്യാതെ എന്താണ് 90,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിൽ അക്വയർ ചെയ്തതിന് ശേഷം 8 മാസം ഉണ്ടായിരുന്നു. അപ്പൊ 8/12 ചെയ്ത് കഴിഞ്ഞാലും ഈ 60,000 കിട്ടും. റെഡി? ബൂം ബാങ്. സെറ്റാണോ? എന്റെ ആ ലേണിക്സ് വെർച്വൽ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ആ നിൽക്കുന്ന ഫോട്ടോ എങ്ങനെ ഉണ്ട് അതെന്ന് പറഞ്ഞു നിങ്ങള്? മുകൾ ഭാഗത്ത് കാണുന്നില്ല നിങ്ങള്? തമാശ വെച്ചാട്ടോ. ഒന്നുമില്ല, അതെന്താ സംഭവിച്ചാല് ഞാന് പിന്നെ എന്റെ അടുത്തൊരു ചുവപ്പ് കുപ്പായിട്ടിരിക്കുന്ന ഒരു ഇതില്ലായിരുന്നോ എന്റെ തമ്മനയിൽ കണ്ടിരുന്നേ? അത് ജെമിനി കൊണ്ടുപോയിട്ടിട്ട് പിന്നെ അതൊരു കോട്ടൊക്കെ ഇട്ട് തരാൻ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോ ജെമിനി കുറെ ആൾക്കാർ പല രീതി വേറെ ആൾക്കാരൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ അയച്ചെന്നല്ലോ. അതേപോലെ ഞാനൊന്ന് ആക്കി നോക്കി, നമുക്ക് ഒപ്പം നിർത്താൻ ആളില്ലാത്തതുകൊണ്ടേ. ഓക്കെ. ട്രൈ യുവർ സെൽഫ് ഉണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്താൽ മതി. ഇപ്പൊ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വില്ല്. കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വില്ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വില്ല്, ഈ കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മളെ വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് പറഞ്ഞു തന്നെ എടുത്തത് കേട്ടോ. ഓർക്കുന്നുണ്ടാവുന്ന കരുതുന്നത്. ആരൊക്കെ കണ്ടു എന്നറിയില്ല. ഷിബിലി ഫവാസ് കാണുന്ന വീഡിയോ എനിക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു ചിഹ്നം അവിടെ ഇട്ടിട്ട് പോകും. അപ്പൊ എനിക്ക് മനസ്സിലാവും അവൻ ഇവിടെ എത്തിയിട്ടുണ്ട് കാണുന്നത് എന്ന്. ഓക്കെ. അപ്പൊ നമ്മള് എന്ത് ചെയ്യാ, അടുത്ത ഡിസ്കഷൻക്കാണ് പോകുന്നത്. എന്താണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വിൽ? നല്ലോണം ശ്രദ്ധിക്കാട്ടോ. കോസ്റ്റ് ഓഫ് കൺട്രോൾ. പാരന്റ്സ് മീറ്റിംഗിന് കുറെ ആൾക്കാർ വന്നില്ല കേട്ടോ. ആ ബികോം CA അവസാനത്തിന്റെ മുന്നത്തെ ബെഞ്ചും ഇരിക്കുന്ന ഗ്യാങ്ങിൽ ആരെയും കണ്ടില്ല. സൈലന്റ് കില്ലർ ഗ്യാങ്. ഓക്കെ. കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് കൺട്രോള് എങ്ങനെ ഡിസ്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. കൺസെപ്റ്റ് നിങ്ങൾ ആ ഗുഡ്വില്ല് കാൽക്കുലേഷൻ ഒക്കെ ഡിബഞ്ചറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ മെത്തേഡ്. അതിന്റെ വ്യത്യസ്ത രീതിയിൽ ചെയ്യാന്നേ ഉള്ളൂ. നോക്കാം. ഒരു കമ്പനീന്റെ അടുത്ത് കുറച്ച് അസറ്റ് ഉണ്ട്. എത്ര അസറ്റ്? ഒരു കമ്പനിന്റെ ബാലൻസ് ഷീറ്റ് ഞാൻ വരക്കാം. അസറ്റ് എടുക്കുന്നതിനെക്കാട്ടി നല്ലത്. കമ്പനിക്ക് ഫിക്സഡ് അസറ്റ് ആയിട്ട് കമ്പനിക്ക് ഒരു 5 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ. കറന്റ് അസറ്റ് ആയിട്ട് 1 ലക്ഷം രൂപയുണ്ട്. ബാലൻസ് ഷീറ്റ് ടോട്ടൽ നോക്കുമ്പോൾ 6 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ. അങ്ങനെ 6 ലക്ഷം ബാലൻസ് ഷീറ്റുള്ള ഒരു തൊക്കട കമ്പനിയുടെ കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. 2 ലക്ഷം രൂപയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഷെയർ ക്യാപിറ്റൽ നല്ലോണം ശ്രദ്ധിക്കുക. ഷെയർ ക്യാപിറ്റൽ ഒരു 3 ലക്ഷം ഉണ്ട്. 3 ലക്ഷം ഉണ്ട്. റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അങ്ങനത്തെ ഒക്കെ റിസർവ് ആൻഡ് സർപ്ലസ് ആയിട്ട് 1 ലക്ഷം രൂപയുണ്ട്. ഇതാണ് ഒരു ബാലൻസ് ഷീറ്റിന്റെ രൂപം. ടോട്ടൽ 6 ലക്ഷം വന്നില്ലേ രണ്ട് ഭാഗത്തും കൂട്ടുമ്പോ? യെസ്. നല്ലോണം ശ്രദ്ധിക്കുക. ഇനി ഈ കമ്പനിയുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ. ഈ ബി ലിമിറ്റഡിന് ഇങ്ങനെ ബാലൻസ് ഷീറ്റുള്ള ഈ ബി ലിമിറ്റഡിനെ എ ലിമിറ്റഡ് വാങ്ങാൻ പോവാണ്. 100% ഷെയർ വാങ്ങുക. ആദ്യം നമുക്ക് എ ലിമിറ്റഡ് എന്ത് ചെയ്യുന്ന അക്വയർഡ് ബി ലിമിറ്റഡ് എത്ര 100% ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് കൊടുത്ത പൈസ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൈസ 4,50,000 രൂപ കൊടുത്തിട്ടുണ്ട്. എത്ര കൊടുത്തിട്ടുണ്ട്? 4,50,000. നോക്കുക, ഇതിൽ ബി ലിമിറ്റഡിന് എന്താ കിട്ടാൻ പോവാ? ബി ലിമിറ്റഡിന് കിട്ടാൻ പോകുന്ന നമുക്ക് 2 ഏരിയ എടുത്ത് നോക്കാം. ഒന്നാമത്തെ ഏരിയ ഞാൻ ഇവിടെ വരക്കണേ. ഇവിടെ ഈ ഫിക്സഡ് അസറ്റ് കിട്ടും, കറന്റ് അസറ്റ് കിട്ടും. അതായത് അസറ്റ് സൈഡ് മൊത്തം കിട്ടും.
അതേസമയം ബാധ്യത ഇവിടെ ഇടങ്ങേറിന്റെ സാധനത അവിടെ ഇത് ആ കമ്പനീന്റെ അത് ഏറ്റെടുക്കുന്നതോട് കൂടി ഈ ബാധ്യത ഇങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഒരാളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അയാളെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക അല്ലെ. നമ്മളിപ്പോ ഒരാളെ പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കുമ്പോൾ ഒരാളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ പോസിറ്റീവ് വശം മാത്രമാണ് ഏറ്റെടുക്കുന്നത്. ആ വ്യക്തി എന്നുള്ളവർക്ക് അയാൾക്ക് കുറച്ച് നെഗറ്റീവ് വശങ്ങളുണ്ട്. അതും കൂടെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ അയാളോട് പരസ്പരം എന്ത് ചെയ്യുന്നത്, ഒരു നല്ല ബന്ധത്തിൽ പോകുന്നത്. അതേപോലെ ഈ കമ്പനി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ അസറ്റിനെയും ഏറ്റെടുക്കുന്നുണ്ട്, ലയബിലിറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റെടുക്കുന്നുണ്ട്. രണ്ടും ഏറ്റെടുക്കുന്നില്ലേ? ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ ഈ എ ലിമിറ്റഡിന് എന്താണ് ഈ കമ്പനി വാങ്ങുമ്പോൾ കിട്ടുന്നത്? 6 ലക്ഷം അസറ്റും 2 ലക്ഷം ലയബിലിറ്റിയും. അതായത് എ ലിമിറ്റഡിന് കിട്ടാൻ പോകുന്നത് നെറ്റ് അസറ്റ് ആണ്. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷം മൈനസ് 2 ലക്ഷം. അപ്പൊ എത്ര കിട്ടുക? 4 ലക്ഷമാണ് കിട്ടുന്നത്. എത്ര കിട്ടുന്നതടാ? 4 ലക്ഷം. അതിന് എ ലിമിറ്റഡ് എത്ര അങ്ങോട്ട് തിരിച്ച് ബി ലിമിറ്റഡ് 4 ലക്ഷത്തിന്റെ സാധനം കിട്ടുമ്പോൾ അതിന് കൊടുക്കുന്നത് എത്ര? 4.5 ലക്ഷം കൊടുക്കുന്നുണ്ട്. എത്ര കൊടുക്കുന്നുണ്ട്? 4.5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇവിടെ അധികം കൊടുക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഈ 50,000 രൂപ അധികം കൊടുക്കുന്നില്ലേ? ഈ 50,000 രൂപ അധികം ഉള്ളതിന് ഈ കൺട്രോൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെലവാക്കിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന്. ഇതിന്റെ പഴയ പേരാണ് ഗുഡ് വിൽ എന്നുള്ളത്. പുതിയ പേര് ഇവര് കുറച്ച് ദമ്മാക്കിയതാണ് അല്ലെ. കോസ്റ്റ് ഓഫ് കൺട്രോൾ മനസ്സിലായോ? കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? എല്ലാവരും കമന്റ് ചെയ്യും. റമീസ, ഷഹാന, ബെഞ്ച് വരുന്നുണ്ട്. വെരി വെട്ടത്ത് കമന്റ് ചെയ്യടാ. ഞാൻ തമാശ പറയാൻ കേട്ടോ. എന്താ ഇവർക്ക് ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ലേ? സോലിയൊക്കെ മനസ്സിലായിട്ടില്ലേ? ജിഷാനൊക്കെ മനസ്സിലായിട്ടില്ലേ? നമ്മളെ റവാഹൂടെ പോയി. അമൽ, സനിൻ എല്ലാരും ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അവൻ പറഞ്ഞോളി, നിങ്ങള് അറിഞ്ഞു തന്നെ പറയുന്നില്ല, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞോളി. ഇല്ല. അമലെ, ഈ ഒരു കമ്പനിനെ വാങ്ങാൻ വേണ്ടി വാങ്ങുമ്പം ഈ കമ്പനിനെ ഏറ്റെടുക്കുമ്പം ഈ കമ്പനിന്റെ അടുത്ത് നിന്ന് ബി ലിമിറ്റഡിന് കിട്ടുന്നത് എത്ര രൂപയാണ്? 5 ലക്ഷം രൂപന്റെ ഫിക്സഡ് അസറ്റ് കിട്ടുന്നുണ്ട്, 1 ലക്ഷം രൂപയുടെ കറണ്ട് അസറ്റും. ഈ ആസ്തി 100% വാങ്ങുമ്പോൾ അത് കിട്ടൂലേ? അതേസമയം ഇതിന്റെ ബാധ്യതയും കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 6 ലക്ഷത്തിന്ന് ഇതിന്റെ ബാധ്യത കുറച്ച് 4 ലക്ഷത്തിലെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. അതാണോ അല്ലേ? അമലൊന്ന് പറ. ഓക്കെ. ഒരു കമ്പനിനെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ ആ കമ്പനിന്റെ അടുത്ത് നിന്ന് എന്താ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിന്റെ അസറ്റ്, നമ്മൾ ഒരു കമ്പനി വാങ്ങാന്ന് പറയുമ്പോ എന്താ വാങ്ങുക? ആ കമ്പനിന്റെ അസറ്റും വാങ്ങും, ലയബിലിറ്റിയും വാങ്ങും. ഞാൻ അതിനൊരു 10 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് ആ കമ്പനി ഏറ്റെടുക്കുമ്പോൾ എനിക്ക് അവിടെയുള്ള എന്താ കിട്ടുക? അവിടെയുള്ള അസറ്റുകളല്ലേ കിട്ടുക, ആസ്തികളല്ലേ, ബിൽഡിങ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഇങ്ങനത്തെ സാധനങ്ങളല്ലേ കിട്ടുക. അതേസമയം അവിടെയുള്ള ബാധ്യതയും കൂടെ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും, ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ. ആണോ അല്ലേ? ഒരു കമ്പനിനെ വാങ്ങുക എന്ന് പറയും. ഓക്കെ. അപ്പോ അതിന് ഞാൻ എനിക്ക് എന്താണ് 6 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറച്ചിട്ട് 4 ലക്ഷമാണ് എനിക്ക് കിട്ടുന്നത്. അതിന് ഞാൻ എത്ര രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട്? അവരിത് തരുമ്പോ വെറുതെ ചിരിച്ചെടുത്ത് പോയാൽ എനിക്ക് അവരത് തരുമോ? അതിന് ഞാൻ എമൗണ്ട് കൊടുത്തപ്പോ 4,50,000 കൊടുത്തിട്ടുണ്ട്. അഡീഷണലി ഇവർക്ക് 4 ലക്ഷത്തിന് അധികം കൊടുത്ത ഒരു 50,000 എന്താണ്? അവരുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കിയ പൈസയാണ് ഈ 50,000 അധികം. മറ്റത് എനിക്ക് കിട്ടുന്നുണ്ട്, അതിന് ഈക്വൽ ആയ 4 ലക്ഷം അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ അധികമുള്ള 50,000 കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. ചുരുക്കി പറഞ്ഞ ആ കമ്പനിന്റെ എന്തോ ഒരു നല്ല വശം കണ്ടിട്ടാണ് ഞാൻ അധികം പൈസ കൊടുത്തത്. അത് അതിന്റെ ഗുഡ്വില്ലാണ്. ഓക്കെ ആണോ അല്ലേ എന്ന് പറഞ്ഞോളൂ. അമലിനെയും കൂടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
അമലിനിപ്പം കത്തിയോ? പോയോ ഇനി? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് 5 ലക്ഷം. ഇനി ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എടുത്ത് നോക്കി, ഈ 4 ലക്ഷം ഇങ്ങനെ എടുക്കാൻ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. ഇവിടെ കണ്ടോ, ഈ ഷെയർ ക്യാപിറ്റലും റിസർവും കൂടെ കൂട്ടി നോക്കി എത്ര കിട്ടുന്നത്. നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പിടിക്കണം എന്നൊന്നുമില്ല. ഇത് ഇങ്ങനെ എടുക്കുന്നതിന് പകരം ഇതിന്റെ ബാക്കി ഇങ്ങോട്ട് എടുത്തോ. അവിടെ കമ്പനിന്റെ ഷെയർ ക്യാപിറ്റലും റിസർവും കൂടെ കൂട്ടുക. ഇതല്ല ഇപ്പൊ എനിക്ക് കിട്ടാൻ പോകുന്നത്. ഷെയർ ക്യാപിറ്റൽ 3 ലക്ഷം ഉണ്ട്, റിസർവ് എത്ര ഉണ്ട്? 1 ലക്ഷം ഉണ്ട്. ഓക്കെ, അതായത് എനിക്ക് ഇതിൽ കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ 100% ഷെയർ വാങ്ങുന്നതുകൊണ്ട് 3 ലക്ഷം കിട്ടും. അവിടെ ഉള്ള റിസർവും എനിക്ക് കിട്ടും. അതായത് എനിക്ക് എത്ര കിട്ടും? 4 ലക്ഷം രൂപ കിട്ടും. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ളത് കൂട്ടിയുള്ള ഈ 1 ലക്ഷം. ഈ 4 ലക്ഷത്തിന് ഞാൻ എത്ര കൊടുക്കാൻ പോകുന്നത്? 4,50,000 കൊടുക്കാൻ പോവാണ്. അങ്ങനെ ആവുമ്പോഴും ഗുഡ്വിൽ എടുക്കാൻ പറ്റും. 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഇത് എന്തിനാ 2 മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചില ഡാറ്റകൾ മിസ് ആവുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ടാമത്തെ മെത്തേഡ് മനസ്സിലായോ? ഇവിടെ ഉള്ള ഷെയർ ക്യാപിറ്റലും റിസർവും കൂട്ടുക, എന്നിട്ട് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എത്ര കൊടുത്തു നോക്കുക, അതിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറ. നിങ്ങള് ഓക്കെ അല്ലാത്തത് ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഓക്കെ അല്ല. കാരണം അല്ലാത്ത നിങ്ങളെ മുഖം നോക്കി എനിക്ക് മനസ്സിലാക്കാൻ കഴിയലുണ്ട്. ഇതെനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ടാണ്. ഇതിന്റെ ബാക്കി ഇനി ഇതിന്റെ തന്നെ ഈ ഒരു ഡിസ്കഷന്റെ മറ്റൊരു വശത്തേക്ക് ഞാൻ പോവാണ്. ഇവിടെ ഇപ്പൊ 100% ഷെയർ അല്ലേ കമ്പനി കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഈ ഡിസ്കഷൻ ഒക്കെ ഞാൻ പറഞ്ഞപ്പം എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ് 100% ഷെയർ അക്വയർ ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ നോക്കൂ, ഇവിടെ 70% ഷെയർ അക്വയർ ചെയ്തിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താണ്? ആലോചിച്ച് നോക്കുക. ഈ കമ്പനിന്റെ അസറ്റിന്റെ ഈ 5 ലക്ഷത്തിന് മുഴുവൻ ഇയാൾക്ക് കിട്ടുമോ? കറണ്ട് അസറ്റ് 1 ലക്ഷത്തിന്റെ മുഴുവൻ അധികാരം ഇയാൾക്ക് കിട്ടുമോ? കറണ്ട് ലയബിലിറ്റി 2 ലക്ഷത്തിനും അയാൾ ബാധ്യസ്ഥനാണോ? ഒരിക്കലും അല്ല. കാരണം 100% ഷെയർ വാങ്ങുന്നില്ല, 70% അയാൾക്ക് ബാധ്യതയും അതേപോലെ തന്നെ അസറ്റും കിട്ടുള്ളൂ. ആണോ അല്ലേ? ഈ പറഞ്ഞ ചോദ്യം മനസ്സിലായോ നോക്കാം. എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ് 70% ഷെയർ എന്ത് ചെയ്യുന്നത്? അക്വയർ ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോ അതിന്റെ അസറ്റിലും 70% പങ്കേ കിട്ടുള്ളൂ, ലയബിലിറ്റിയിലും 70% ബാധ്യതയെ വരുള്ളൂ. യെസ് ഓർ നോ? യെസ് ഓർ നോ? എല്ലാരും 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 കമ്പനിന്റെ 70% ബാധ്യത വരുള്ളൂ. 70%-നുള്ള പൈസ കൊടുത്ത് അതല്ലേ കിട്ടുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. ഒരു ഷെയർ വാങ്ങണ്ടെങ്കിൽ ആ ഷെയറിനുള്ള പങ്കിലുള്ള അസറ്റ് അത് കിട്ടുള്ളൂ, ഫുള്ള് കിട്ടൂല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലാത്തവരുണ്ടെങ്കിൽ കിട്ടുന്നില്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞോളൂ. കമ്പനിന്റെ ഇതേ കേസിൽ 4 ലക്ഷം രൂപയാണ് നെറ്റ് അസറ്റ് എങ്കിലും ഇവിടെ ഈ നെറ്റ് അസറ്റിന്റെ എത്ര കിട്ടുള്ളൂ? 4 ലക്ഷത്തിന്റെ 70% കിട്ടുള്ളൂ. 4 ലക്ഷത്തിന്റെ 70% എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര വരിക? 2,80,000 വരും. 2,80,000 ഇയാൾക്ക് അർഹത ഉള്ളൂ. കാരണം 100% ഷെയറും വാങ്ങിയിട്ടില്ല, 70% ഷെയറേ വാങ്ങിയിട്ടുള്ളൂ. നമ്മൾ കണ്ട നെറ്റ് അസറ്റിന്റെ എത്ര പെർസെന്റേജ് ആണോ എന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ 70% ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എത്ര? ഉദാഹരണത്തിന് ആ 4.5 ലക്ഷം തന്നെയാണെന്ന് കരുതുക. കൊടുക്കണത് എത്രയാണോ നോക്കുക. ഈ 70% ഷെയർ കിട്ടാൻ വേണ്ടി എത്രയാണോ കൊടുക്കുന്നത് എന്ന് നോക്കുക. അത് 4.5 ലക്ഷം കൊടുത്തു എന്നുണ്ടെങ്കിൽ ഇവിടെ ഗുഡ്വിൽ എത്ര നോക്കുക. 4.5 ലക്ഷം നമ്മൾ കൊടുത്തു, 4,50,000 നമ്മൾ കൊടുത്തു. അത് നമുക്ക് എത്ര കിട്ടുന്ന നെറ്റ് അസറ്റ് എത്ര? 2,80,000 കിട്ടുന്നുള്ളൂ. അപ്പൊ ബാക്കി മുഴുവൻ എന്താണ്? ബാക്കി മുഴുവൻ എന്താണ്? ഗുഡ്വില്ലാണ്. 1,70,000 ഗുഡ്വില്ല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറയാം. യെസ് ഓർ നോ? ഇവിടെ എന്താ 70% ആക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസ എത്രയാണ്, അവിടെ ഞാൻ അതിന്റെ 70% എടുക്കണം. നമ്മൾ കൊടുത്ത പൈസന്റെ 70 എടുക്കുള്ളൂ എന്ന് ചിന്തിക്കണ്ട. നമ്മള് ഈ
4 ലക്ഷത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് 2,80,000 4 ലക്ഷത്തിൽ 70% ഷെയർ കിട്ടാൻ വേണ്ടി നോക്കുകയാണ്. അതിന് നമ്മൾ 4 ലക്ഷം പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന് നമുക്ക് എത്ര കിട്ടുള്ളൂ? 4 ലക്ഷത്തിന്റെ അസറ്റിന്റെ 70% കിട്ടുള്ളൂ. ഈ 2,80,000. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. എന്നിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ. ആകെ 3-4 കമന്റ് ആണ് കണ്ടത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാവരും ഒന്നുകൂടെ പുതിയ എക്സാമ്പിൾ എടുക്കാം. കമ്പനിന്റെ ബാലൻസ് ഷീറ്റ് അവിടെ വെക്കുന്ന ഫിക്സഡ് അസറ്റ് 6 ലക്ഷം രൂപ ഉണ്ട്. കറന്റ് അസറ്റ് 2 ലക്ഷം രൂപ ഉണ്ട്. ടോട്ടൽ ബാലൻസ് ഷീറ്റ് 8 ലക്ഷം രൂപയാണ്. 8 ലക്ഷം രൂപയാണ് ഇവിടെ. അപ്പൊ 8 ലക്ഷം വരും. ഇതിൽ കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അത് 4 ലക്ഷമാണ്. റിസർവ് എന്ന് പറയുമ്പോൾ അത് 1 ലക്ഷമാണ്. അങ്ങനെ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് 70% ഷെയർ വാങ്ങുന്നല്ലോ. അതിന് കൊടുത്ത പൈസ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏകദേശം 5 ലക്ഷം രൂപ കൊടുത്തു. 5 ലക്ഷം രൂപയാണ് അതിന് കൊടുത്തത്. എന്ത് കിട്ടാൻ വേണ്ടി? ഈ കമ്പനിന്റെ അസറ്റിന്റെ 70% കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം നെറ്റ് അസറ്റ് കാണുക. നെറ്റ് അസറ്റ് എങ്ങനെ കാണുക? അതിന്റെ ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റും കൂട്ടുക. എന്നിട്ട് ഈ കറന്റ് ലയബിലിറ്റി കുറക്കുക. അപ്പൊ എത്ര വരും? 6ഉം 2ഉം 8. 8ന്ന് 2 3 കുറച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം വരും. ഈ 5 ലക്ഷം മുഴുവൻ ഇയാൾക്ക് അർഹത ഉണ്ടോ? ഈ 5 ലക്ഷം മുഴുവൻ ഇയാൾ 5 ലക്ഷത്തിനുള്ള പൈസയാണ് കൊടുക്കുന്നത്. അയാളോട് പറഞ്ഞത് ഇയാൾക്ക് 70% കിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ഈ 5 ലക്ഷത്തിന്റെ 70% ഇയാൾക്ക് എന്തുള്ളൂ? ഈ കിട്ടുള്ളൂ. നമ്മൾ കൊടുത്ത 5 ലക്ഷത്തിന് 5 ലക്ഷത്തിന്റെ മുഴുവൻ കിട്ടൂല. ഇവിടെ നെറ്റ് അസറ്റിന്റെ 100% കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. അതിന്റെ 70% കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 70% എത്രയായിരിക്കും? 3,50,000 ആവാനാണ് അല്ലെ സാധ്യത? അല്ലെ? 3,50,000 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത പൈസ എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. അപ്പൊ അധികം കൊടുത്ത 1,50,000 കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്, അല്ലെങ്കിൽ ഗുഡ്വിൽ ആണ്. ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ റെഡി ആയോ എന്ന്? യെസ്. ഈ നെറ്റ് അസറ്റ് 5 ലക്ഷം കാണാൻ മറ്റൊരു മാർഗം ഏതാ? ഷെയർ ക്യാപിറ്റലും റിസർവും കൂടെ കൂട്ടിയാൽ മതി. 5 ലക്ഷത്തി ആ 5 ലക്ഷത്തിന്റെയും 70% കിട്ടുള്ളൂ. ആ കമ്പനിന്റെ ഷെയർ 100% ഷെയർ ഞാൻ വാങ്ങിയില്ല. 50% 70% വാങ്ങിയിട്ടുള്ളൂ. അതിന്റെയും 70% തന്നെയല്ലേ കിട്ടുന്നുള്ളൂ. അസറ്റിന്റെ 70% പോലെ തന്നെ കൺട്രോളിന്റെയും 70%. അതാണ് ഷെയർ ക്യാപിറ്റലും റിസർവും. അത് രണ്ടും തമ്മിൽ ഗുണിച്ചിട്ട് 70% കണ്ടാലും ഈ 3.5 ലക്ഷം തന്നെ കിട്ടുക. അതിന് നമ്മൾ കൊടുത്തത് 5 ലക്ഷമാണ്. അപ്പൊ ഡിഫറൻസ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വില്ലാണ്. ഇതാണ് ഡിസ്കഷൻ. സെറ്റ് ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ ഇതിന്റെ പ്രോബ്ലം ചെയ്യുക എന്നൊന്ന് നോക്കാം. ഇതിന്റെ ഗുഡ്വിൽ കാണാനുള്ള മെത്തേഡ് നോക്കിയോളി. എന്താണ്? കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്. നമ്മൾ എത്ര കൊടുത്തത്? ഇപ്പൊ 5 ലക്ഷമാണ് നമ്മൾ കൊടുത്തത്. മൈനസ് നെറ്റ് അസറ്റ് അക്വേർഡ്. നെറ്റ് അസറ്റ് നമ്മളിപ്പോ ഉദാഹരണത്തിന് 4 ലക്ഷമാണ് എന്ത് ചെയ്തത്? അസറ്റ് അക്വയർ ചെയ്ത്. അതിന്റെ ഡിഫറൻസ് 1 ലക്ഷം. ഇതാണ് ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ. അതല്ലാതെ തന്നെ ഇവിടെ മറ്റൊരു ഇക്വേഷൻ, ഷെയർ ക്യാപിറ്റലും റിസർവും കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും. നെറ്റ് അസറ്റ് അക്വേർഡ് കാണാനുള്ള മറ്റൊരു മെത്തേഡാ പറഞ്ഞത്. ഈ നെറ്റ് അസറ്റ് കാണാനുള്ള മറ്റൊരു മെത്തേഡാണ് ഷെയർ ക്യാപിറ്റലും റിസർവും തമ്മിൽ ഗുണിക്കുക, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് ടോട്ടൽ ലയബിലിറ്റി കുറക്കുക. ഓക്കെ. നെറ്റ് അസറ്റ് കാണാനുള്ള 2 മെത്തേഡ് ഇവിടെ തന്നിട്ടുണ്ട്. 2 രീതി കാണാൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കി. എക്സാമ്പിൾ 4 ഒന്ന് ചെയ്ത് നോക്കി. എക്സാമ്പിൾ 4 ഒന്ന് നോക്കി. എ ലിമിറ്റഡ് അക്വേഴ്സ് 100% ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിന്റെ 100% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ഹാസ് 40,000 ഷെയർസ് ഓഫ് 10 ഈച്ച് ഉണ്ട്. എത്ര ഷെയർ ഉണ്ട്? 40,000 ഷെയർസ് ഓഫ് 10 ഈച്ച് ഉണ്ട്. അത് മാർക്കറ്റ് പ്രൈസ് ഇപ്പൊ 12 ആണ്. 10 രൂപേന്റെ ആണെങ്കിൽ 12 ആയിട്ടുണ്ട്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എത്രയാണ് വരുന്നത്? 5 ലക്ഷം. അതുപോലെ തന്നെ ലയബിലിറ്റി 1 ലക്ഷമാണ് വരുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. 100% ഷെയർ അക്വയർ ചെയ്തു. 100% ഷെയർ അക്വയർ ചെയ്ത് 40,000
40,000 ഷെയർ ആണ് അക്വയർ ചെയ്തത്. അതിനിപ്പോ ഇത് 10 റുപ്യാണ്, പക്ഷെ മാർക്കറ്റ് പ്രൈസ് 12-നാണ്. ഓക്കെ, അങ്ങനെയാണ് അക്വയർ ചെയ്തത്. അതിന് അസറ്റും ലയബിലിറ്റി എത്ര? 5 ലക്ഷം 1 ലക്ഷം ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം നമ്മൾ നെറ്റ് അസറ്റ് കാണണം. നെറ്റ് അസറ്റ് എത്ര? അസറ്റ് 5 ലക്ഷം പറഞ്ഞു, ലയബിലിറ്റി 1 ലക്ഷം പറഞ്ഞു. ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അസറ്റ് 5, ലയബിലിറ്റി 1. അപ്പൊ നെറ്റ് അസറ്റ് എത്ര? കമന്റ് ചെയ്യും. നെറ്റ് അസറ്റ്, നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞ ആദ്യം. നെറ്റ് അസറ്റ് 4 ലക്ഷം. ഓക്കെ, നെറ്റ് അസറ്റ് 4 ലക്ഷം. ഓക്കെ, ഇനി ഇതിന് കൊടുത്ത പൈസ എത്ര? 40,000 ഷെയറിന് എത്ര രൂപ കൊടുത്തത്? 10 അല്ല കൊടുത്തത്, 12 മാർക്കറ്റ് പ്രൈസ് കൊടുത്തു. അപ്പൊ കൊടുത്തത് 40,000 ഇൻറ്റു 12, 4,80,000 കൊടുത്തു. അതിന്റെ നെറ്റ് അസറ്റ് 4 ലക്ഷമേ ഉള്ളൂ. അപ്പൊ ഗുഡ്വിൽ എത്രയാണ്? 80,000 ആണ് ഗുഡ്വില്ല്. ഓക്കെ ആണോ? അല്ലേ? സോർണോ? എല്ലാരും പറഞ്ഞോ, കിട്ടിയണോ ഇല്ലേ എന്നുള്ളത്. ഇനി ഇതേ സാധനം മറ്റൊരു മെത്തേഡ് ഉണ്ട്, നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ആ മെത്തേഡ് വെച്ച് എങ്ങനെ ചെയ്യാം? എടാ, നമ്മൾ 12 റുപ്യ കൊടുത്ത് വാങ്ങണ ഷെയറിന് യഥാർത്ഥത്തിൽ വില എത്ര ഉള്ളത്? മാർക്കറ്റ് വില 12 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര, അതിന്റെ ഫേസ് വാല്യൂ എത്ര ഉള്ളത്? ആ മൂല്യല്ലേ കമ്പനി തരുള്ളൂ. ഷെയറിന് 100, 500, 1000 ആവട്ടെ, പക്ഷെ അതിന് കമ്പനിന്റെ അടുത്ത് അതിന്റെ മൂല്യം എത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ അതിന്റെ വില അങ്ങനെ പോകുന്നുണ്ട്. അത് മാർക്കറ്റിൽ നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്നവർക്കേ കിട്ടുള്ളൂ, അത് കമ്പനിക്ക് കിട്ടൂലല്ലോ. ഞാനിപ്പം 12 രൂപന്റെ ഒരു ഷെയർ ഉണ്ട്, അത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പോകുന്ന രീതിയാണ്. അത് ഞാൻ ഒരാൾ 15-ന് പറഞ്ഞാൽ 15-ന് കൊടുക്കും. ആ 15-ന്റെ 3 കമ്പനിക്കാണോ ലാഭം കിട്ടുക? അത് നമ്മൾ പരസ്പരം ഷെയർ. ഞാനിപ്പോ ഉദാഹരണത്തിന് സോലിയാനായിട്ട് ഡീൽ എടുത്തിട്ട് എന്റെ ഷെയർ 10 രൂപന്റെ ഷെയർ 15-ന് വിറ്റു. അതിൽ 5-ന്റെ ഭാഗം എടുത്തിട്ട് സോലിയ കമ്പനിക്ക് എടുത്തു കൊടുക്കുവോ? കമ്പനിക്ക് അപ്പൊ അവിടെ എത്തുന്നു കിട്ടില്ല. സെക്കൻഡറി മാർക്കറ്റിൽ ഷെയർ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. കിട്ടുന്നത് കമ്പനീന്റെ ഗുഡ്വില്ല് കൂടും. നല്ല ഷെയർ ആണെങ്കിൽ നല്ലോണം വില ഇങ്ങനെ കയറി പോവാന്നുള്ളത് എന്താണ്? കമ്പനിക്ക് വലിയ അതിന്റെ വാല്യൂ കൂടും എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, 40,000 ഷെയറിന് 10 രൂപയുടെ വില അല്ലെ? പക്ഷെ നമ്മൾ കൊടുത്തത് 12 ആണ്. അപ്പൊ നമ്മൾ കൊടുത്ത 4,80,000 ആണെങ്കിലും ആ ഷെയറിന്റെ വില എത്രയേ ഉള്ളൂ? 40,000 ഇൻറ്റു 10, 4 ലക്ഷം ഉള്ളൂ. ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റൂ കേട്ടോ. അങ്ങനെ 80,000 കിട്ടും. രണ്ട് മെത്തേഡിലും ചെയ്യാൻ ഏതാ താല്പര്യമുള്ളത് ചെയ്തു പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. അത് 100% അക്വയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തത് ലെസ് ദാൻ 100% ഷെയർ ആണ് അക്വയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ രണ്ട് മെത്തേഡ്. എങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ചെയ്യുന്ന സാധാ മെത്തേഡ് തന്നെ ഞാൻ പറഞ്ഞില്ല, അതിൽ പ്രൊപ്പോർഷനേറ്റ് ഷെയർ എടുത്താൽ മതി. മറ്റത് വേറൊരു മെത്തേഡ് ഉണ്ട്, ഞാൻ പറയാം. ആദ്യം നമ്മൾ ഇതൊന്നും ചെയ്ത് നോക്കാം. കൺസിഡറേഷൻ പേ ചെയ്തതെന്ന് പ്രൊപ്പോർഷനേറ്റ് ഷെയർ. നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നു 5 ലക്ഷത്തിന്റെ പ്രൊപ്പോർഷൻ 70% നമ്മൾ കണ്ടിട്ട് 3,50,000 എടുത്തു. എന്നിട്ട് കൺസിഡറേഷൻ അപ്പൊ നമ്മൾ എത്ര പേ ചെയ്ത്? 5 ലക്ഷം പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാലൻസ് 1,50,000 എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതേപോലെ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അതൊന്ന് നോക്കിയേ, ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. മറ്റേ മെത്തേഡ് ഞാൻ പറയാം, ഇതൊന്ന് ചെയ്തിട്ട് പറയാം. പെട്ടെന്ന് നോക്കി, ചാടി നോക്കി. 80% ഷെയറാണ് അക്വയർ ചെയ്യുന്നത്. ഇഷ്യൂ ക്യാപിറ്റൽ എത്ര? 25,000 ഷെയർസ് ഓഫ് 10 ഈച്ച് ആണ്. അതിന് കൺസിഡറേഷൻ പേ ചെയ്തത് 60,000, 2,60,000 ആണ്. അസറ്റ് എത്ര ഉണ്ട്? 3 ലക്ഷം ഉണ്ട്. ലയബിലിറ്റി എത്ര ഉണ്ട്? 50,000 ഉണ്ട്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആദ്യം നെറ്റ് അസറ്റ് എത്ര എന്ന് പറഞ്ഞോളൂ. അതിന്റെ പ്രൊപ്പോർഷൻ നമുക്ക് പിന്നെ കാണാം. നെറ്റ് അസറ്റ് എത്ര എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്. നെറ്റ് അസറ്റ് എത്ര എന്ന് കമന്റ് ചെയ്ത്. നെറ്റ് അസറ്റ് 2,80,000. എങ്ങനെ കിട്ടിയേ? 3 ലക്ഷമാണ് അസറ്റ്. ലയബിലിറ്റി എത്രയാണ്? 50,000 ആണ്. അങ്ങനെ 2,80,000 ആണ്. അത് ഓക്കെ അല്ലേ? ഇനി അതില് എക്സ് ലിമിറ്റഡിന് എത്ര ഭാഗം കിട്ടുക? എക്സ് ലിമിറ്റഡിന്റെ ആനുപാതികമായ ഷെയർ എത്ര ഈ നെറ്റ് അസറ്റില്?
2,50,000 മുഴുവൻ എക്സ് ലിമിറ്ററിന് കിട്ടുമോ? എത്രയാണോ അക്വയർ ചെയ്ത് അത്രേ കിട്ടുള്ളൂ. അപ്പൊ 2,50,000 എത്ര ശതമാനം? എന്നിട്ട് ആ എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തോളൂ. എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടോളൂ. എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,50,000 80% കിട്ടുള്ളൂ. പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ്. പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് എത്ര? 2,50,000. അത് അതിന്റെ 80% എടുക്കുമ്പോ 2 ലക്ഷമാണ് വരിക. യെസ് ഓർ നോ? യെസ് ഓർ നോ? എല്ലാരും ഓക്കെ. ഈ 2 ലക്ഷത്തിന്റെ നെറ്റ് അസറ്റ് കിട്ടാൻ വേണ്ടി എത്രയാണ് ഇയാൾ ചെലവാക്കിയത്? എത്രയാണ് ഇയാൾ ചെലവാക്കിയെന്ന് പറഞ്ഞേ? എത്ര പൈസ കൊടുത്തു എന്ന് കൃത്യമായി പറഞ്ഞു. മറ്റേല് മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയി പറഞ്ഞതാണെങ്കിൽ ഇവിടെ കൃത്യമായി പറഞ്ഞു. എത്ര കൊടുത്തേ? 2,60,000. അപ്പോ 2,60,000 പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തു. എന്നിട്ട് കിട്ടുന്ന എത്രയാണ്? 2 ലക്ഷമാണ്. പറഞ്ഞോളൂ, ഗുഡ്വില്ല് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എത്രയാണ്? ഗുഡ്വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എത്രയാണ്? 60,000. ഓക്കെ അല്ലേ? കമന്റ് ചെയ്യ്, കമന്റ് ചെയ്യ്. ഇതിലിപ്പോ 2 ലക്ഷം കണ്ട നെറ്റ് അസറ്റ് കണ്ട ഒരു മെത്തേഡ് നിങ്ങൾ ഓൾറെഡി എന്താ ചെയ്തത്? ഇവിടുന്ന് ഇങ്ങനെ കുറച്ചിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾ മറ്റൊരു രീതി കാണാം. കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ 25,000 ഉണ്ട്. അതിൽ 10 ഈച്ച് ആണ്. അപ്പൊ എത്ര വരിക? 2,50,000 ആണ് കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ. അതിന്റെ ഡയറക്റ്റ് 80% കണ്ടാൽ മതി. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എങ്ങനെ ചെയ്താലും മതി. 25,000 × 10 2,50,000. അതിന്റെ 80%. അപ്പൊ എന്തെന്നെ വരിക? 2 ലക്ഷം തന്നെ വരിക. ഇതൊക്കെ അല്ലേ? ഇതാ നെറ്റ് അസറ്റ് കാണാനുള്ള മറ്റൊരു മെത്തേഡ് എന്നാണ്. എന്നിട്ട് ഈ മെത്തേഡിൽ വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതാണ് രണ്ടാമത് ചെയ്യുന്ന മെത്തേഡ്. ശ്രദ്ധിക്കട്ടോ, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇതേ ഡാറ്റ ഒന്നും ഇല്ലാതെ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്. ശ്രദ്ധിച്ചാൽ മതി. ഒന്നുമില്ല. നമ്മൾ എത്ര പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത്? നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എത്ര കൊടുത്തത്? പറയും. ഈ ഒരു 2 ലക്ഷത്തിന്റെ ഇത് കിട്ടാൻ വേണ്ടി പർച്ചേസ് കൺസിഡറേഷൻ എത്ര കൊടുത്തത്? 2,60,000 അല്ലേ? 2,60,000 നമ്മൾ ആദ്യം എഴുതുക. ആ സംഖ്യ കൂട്ടേണ്ട ഏതാന്ന് പറയാ. എന്നതിൽ നിന്നും നമ്മുടെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇല്ലേ, നമ്മളിപ്പോ കണ്ടെത്തിയ 2 ലക്ഷം, അത് കുറച്ചാൽ മതി. സോറി, പ്രൊപ്പോർഷനേറ്റ് അല്ല, നെറ്റ് അസറ്റ് കുറച്ചാൽ മതി. പ്രൊപ്പോർഷനേറ്റ് അല്ല കേട്ടോ. ഈ 2,60,000 നിന്നും നമ്മുടെ പ്രൊപ്പോർഷനേറ്റ് കുറച്ചാൽ മതി. അപ്പൊ പ്രൊപ്പോർഷനേറ്റ് അല്ല, എന്താണ്, നെറ്റ് അസറ്റ് മൊത്തത്തിൽ കുറച്ചാൽ മതി. നെറ്റ് അസറ്റ് എത്ര ഉള്ളത്? 2,50,000 ആണുള്ളത്. 2,50,000 അല്ലെ? പക്ഷെ ഇതിനിടയിൽ ഒരു സംഖ്യ കൂട്ടണം. ആ സംഖ്യ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? കൂട്ടേണ്ടത്. ഏതാ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 2,50,000 നമുക്ക് കിട്ടാത്തതിനാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അത് എത്രയാണ്? 20%. 80% നമ്മുടെ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാത്ത ഇൻട്രസ്റ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. 2,50,000 20% എത്ര എന്ന് പറഞ്ഞേ? 2,50,000 20% എത്ര? $50,000. അപ്പൊ പർച്ചേസ് കൺസിഡറേഷനിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് നെറ്റ് അസറ്റ് കുറച്ചാൽ മതി. അപ്പൊ പിന്നെ പ്രൊപ്പോർഷനേറ്റ് ചിന്തിക്കണ്ട. ശരിക്കും ഇതെത്താണ്? ഇതൊക്കെ തരികിട പരിപാടി. ഓരോ ഓദർമാർ ഇത് ചെയ്യാം. ഈ ഭാഗം മൊത്തം എടുത്ത് നോക്കൂ. പ്രൊപ്പോർഷനേറ്റ് അല്ലേ വരുന്നത്? ഈ ഭാഗം മൊത്തം എടുത്ത് നോക്കൂ. 50,000 നിന്ന് 2,80,000 കുറച്ചാൽ 2 ലക്ഷം വരും അല്ലെ? ആ 2,60,000 എന്ത് ചെയ്യാണ്? 2 ലക്ഷം കുറയുന്ന രീതി തന്നെയാണിത്. മെത്തേഡ് എന്നും പറഞ്ഞ് ഓരോരുത്തരും ഓരോ ഉടായ്പായിട്ട് ഇറങ്ങുന്നതാണ്. ഇതാ നോക്ക്, കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ് അക്വയർഡ്. ഈ രണ്ട് ഭാഗം കൂടെ എടുത്ത അതിനർത്ഥം എന്താ? പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് അല്ലേ അത്?
ആൻസർ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ മെത്തേഡ് മനസ്സിലായോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. മെത്തേഡ് മനസ്സിലായോ? ഇനി മൂന്നാമത് ഒരു ഇതും കൂടെ ഉണ്ട്. ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും കൂടെ തന്നാല്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും കൂടെ തന്നു കഴിഞ്ഞാല് എങ്ങനെയാണ് ഗുഡ്വില്ല് കാണുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരു കമ്പനിനെ വാങ്ങുമ്പോൾ അതിന്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലും കൂടെ റൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ ആ കമ്പനിക്ക് കിട്ടിയ ബെനിഫിറ്റിൽ പെടും. നെറ്റ് അസറ്റിന് പുറമെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റില് ഒരു എമൗണ്ടും കൂടെ കിട്ടി അതും കൂടെ ആ കമ്പനിക്ക് കിട്ടിയതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അതാണ് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനിന്റെ മുഴുവൻ ഡാറ്റ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാ പറയാം. കമ്പനിന്റെ പ്രീ അക്വിസിഷൻ ഒക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, കൺസിഡറേഷൻ പേ ചെയ്തത് ആദ്യം എടുക്കാം. കൺസിഡറേഷൻ പേ ചെയ്തത് 3 ലക്ഷം രൂപയാണെന്ന് കരുതുക. കൺസിഡറേഷൻ പേ ചെയ്തത് 3 ലക്ഷം രൂപയാണ്. ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ ഷെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ നെറ്റ് അസറ്റ് മെത്തേഡ് ചെയ്താൽ കറക്റ്റ് ആൻസർ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യേണ്ട മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസിഡറേഷന് നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ ഷെയറിലുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനേറ്റ് എന്ത് ചെയ്യുക, എമൗണ്ട് എടുക്കുക. അതേപോലെ തന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള നമ്മുടെ ഷെയറും എടുത്തിട്ടാണ് ഇതിന്റെ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയെന്നുള്ളത് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പറയാം. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് എന്ത് ചെയ്തു, വാങ്ങി. എത്ര ശതമാനം വാങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ 70% വാങ്ങി. അക്വയർ ചെയ്തത് 70%. ഓക്കെ, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് വാങ്ങി. ബി ലിമിറ്റഡിന്റെ ഇതൊന്ന് കൊടുക്കാം, ഡാറ്റ കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം രൂപ ഉണ്ട്. എത്ര ഉണ്ട്? 5 ലക്ഷം രൂപ ഉണ്ട്. ഈ ഫുൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ എപ്പോഴും ഈ രണ്ടാമത്തെ മെത്തേഡ് ചെയ്താൽ മതി, അത് പറയാനാണ്. പിന്നെ അതിന്റെ അടുത്ത് റിസർവ് എത്ര ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് 1 ലക്ഷം രൂപയുണ്ട്. റിസർവ് 1 ലക്ഷം രൂപയുണ്ട്. 31/3/2025 ബാലൻസ് ഷീറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. ബാലൻസ് ഷീറ്റിന്റെ കുറച്ച് ഭാഗേ തന്നിട്ടുള്ളൂ. ടോട്ടൽ 6 ലക്ഷം ഇവിടെ വന്നു. അസറ്റ് എടുക്കുമ്പോൾ അസറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, അസറ്റ് 7 ലക്ഷം ഉണ്ട്. ലയബിലിറ്റി 1 ലക്ഷം ഉണ്ട്. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ അവസ്ഥ. ഓക്കെ, ഇനി കമ്പനി എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ വാങ്ങണ ദിവസം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1/7/2025 അക്വയർ ചെയ്യുന്നത്. 1/7/2000, നല്ലോണം ശ്രദ്ധിക്കട്ടോ. 1/7/2025 അക്വയർ ചെയ്യുന്നത്. 31/3/2026 ബി ലിമിറ്റഡിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 90,000 രൂപയാണ്. എത്രയാണ്? 90,000 രൂപയാണ്. സോറി, പ്രോഫിറ്റ് 1,90,000. 90,000 അല്ല, 1,90,000. നല്ലോണം ശ്രദ്ധിക്കുക. കമ്പനിന്റെ ഡീറ്റെയിൽ നോക്കുക. ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം ഉണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 1 ലക്ഷം ഉണ്ട്. ലയബിലിറ്റി 1 ലക്ഷം ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ 7 ലക്ഷമാണ് ഇവിടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ വരിക കേട്ടോ. അപ്പൊ അസറ്റ് സൈഡിൽ എത്ര ഉണ്ട്? സ്വാഭാവികമായിട്ടും 7 ലക്ഷം വരും. ഇങ്ങനെയാണുള്ളത്. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന്റെ 70% ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. എന്നാ വാങ്ങിയത്? 1/7/2025 വാങ്ങിയത്. 31/3/2026 കമ്പനിന്റെ പ്രോഫിറ്റ്. ഇതിപ്പോ 31/3/2025 അതായത് ഓപ്പണിങ്ങിലുള്ള ബാലൻസ് ഷീറ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ മാർച്ച് 31 എത്തിയ സമയത്ത്, 2026 മാർച്ച് 31 എത്തിയ സമയത്ത് ഇതിന്റെ പ്രോഫിറ്റ് 1,90,000 ഉണ്ട്. ഓക്കെ,
ഇങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മുടെ അടുത്ത് കൃത്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് എങ്ങനെയാണ് നമ്മൾ ഗുഡ്വില്ല് കാണാൻ നോക്കാം. ഓക്കെ, ഗുഡ്വില്ല് കാണാം. ഈ കമ്പനിനെ 70% ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര രൂപ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കാട്ടോ, 6 ലക്ഷം രൂപ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനിനെ വാങ്ങാൻ 6 ലക്ഷം രൂപ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഡാറ്റ വേണം നോക്കാം. ഒന്നാമത്തത്, നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ് എന്ന് എഴുതണം. എന്താ എഴുതണ്ടേ? പർച്ചേസ് കൺസിഡറേഷൻ എത്ര? ഞാൻ ആൻസറിലേക്ക് പോകണ ചെയ്യുന്ന രീതി, പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? പർച്ചേസ് കൺസിഡറേഷൻ എത്ര? ഞാൻ ഇതിൽ പറഞ്ഞതില് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ വാങ്ങാൻ വേണ്ടി എത്ര കൊടുത്തു എന്നാ പറഞ്ഞത്? 6 ലക്ഷം രൂപ കൊടുത്തു. അപ്പൊ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാടാ? 6 ലക്ഷം രൂപയാണ്. എത്രയാണ്? ഓക്കെ ആണോ? പർച്ചേസ് കൺസിഡറേഷൻ 6 ലക്ഷം ആണെന്ന് പറഞ്ഞത് ക്ലിയർ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. ഈ പർച്ചേസ് കൺസിഡറേഷന് ഒരു സംഖ്യ ആദ്യം കുറക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട്, പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ പ്രൊപ്പോർഷനേറ്റ് ഷെയർ എത്ര? ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷമാണ് അല്ലെ? അതിൽ പ്രൊപ്പോർഷനേറ്റ് എത്ര കിട്ടുക? 5 ലക്ഷത്തിന്റെ 70% അല്ലേ കിട്ടുള്ളൂ. 5 ലക്ഷത്തിന്റെ 70% അല്ലേ കിട്ടുക? അപ്പൊ എത്ര വരും? 5 ലക്ഷത്തിന്റെ 70%, 5 ലക്ഷം ഇൻറ്റു 70/100, അതായത് 3,50,000 ആണ് പ്രൊപ്പോർഷനേറ്റ്. 3,50,000. ഈ 3,50,000 കിട്ടിയത് ഓക്കെ ആണോ അല്ലേ എന്ന് നോക്കുക. യെസ്. ഇനി നമുക്ക് ഇതിന്ന് കുറക്കേണ്ട മറ്റൊരു സംഖ്യ ഉണ്ട്. എന്തിനാ കുറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിനെ വാങ്ങുമ്പം ഈ ഷെയർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ റിസർവിലും അതുപോലെ തന്നെ വാങ്ങുന്നത് വരെയുള്ള റിസർവും നമുക്ക് എന്ത് ചെയ്യാണ്? വാങ്ങിയതിനു ശേഷമുള്ള റിസർവ് എന്തായാലും നമ്മളതാണ്. അത് നമ്മൾ വാങ്ങിയതിനു ശേഷമല്ലേ പർച്ചേസ് കൺസിഡറേഷന്റെ ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ലെസ് ചെയ്യുക. എന്താ ലെസ് ചെയ്യേണ്ടത്? പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ എന്താ എടുക്കാത്തത്? എടാ, വാങ്ങുമ്പം വരെയുള്ള പ്രോഫിറ്റ് ഞാൻ പൈസ കൂട്ടി അയാൾക്ക് കൊടുക്കുള്ളൂ. വാങ്ങിയതിന് ശേഷം എനിക്ക് ലാഭമാണോ നഷ്ടമാണോ പറഞ്ഞിട്ട് നോക്കാൻ കഴിയുമോ? പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന സമയത്ത് 1.7 വാങ്ങുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അതുവരെയുള്ള പ്രോഫിറ്റിനും കൂടെ എനിക്ക് അർഹത ഉണ്ട്. അതിന് ശേഷമുള്ള പ്രോഫിറ്റിന് അർഹത ഉണ്ട്, പക്ഷെ അത് നമുക്ക് അറിയില്ലല്ലോ. ഈ പർച്ചേസ് കൺസിഡറേഷൻ 6 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഇനി വരാനുള്ളത് എത്ര നോക്കാൻ നമുക്ക് അതിന്റെ യഥാർത്ഥ കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയുമോ? അത് കഴിയൂല. അതുകൊണ്ടാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ എടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുകൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയെങ്കിലൊന്ന് പറഞ്ഞേ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ശ്രദ്ധിക്കുക. 1/4/2025 വരെയുള്ള നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. അത് ഫുള്ളി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ആണല്ലോ? അതിൽ ഡൗട്ട് ഉണ്ടോ? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1 ലക്ഷം. കാരണം ഇതിന് വാങ്ങണമെന്ന കമ്പനിന് 1/7/2025. അപ്പൊ 31/3/2025 തന്നെയാണ് ഈ 1/4 എന്ന് പറഞ്ഞത്. അന്ന് രാത്രി ക്ലോസ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഓപ്പൺ ആക്കുമ്പോൾ ആ എമൗണ്ടിൽ എന്ത് മാറ്റം ഉണ്ടാവുക? ഓക്കെ, 31/3/2025. അത് ഓക്കെ ആണോ അല്ലെന്നൊന്ന് സ്പീഡ് ആക്കിട്ടോ. 1 ലക്ഷം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ സാധാ കാൽക്കുലേറ്റ് ചെയ്തില്ലായിരുന്നോ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ? അതിനു വേണ്ടി എടുത്ത് 1 ലക്ഷം. യെസ് ഓർ നോ ഒന്ന് കമന്റ് ചെയ്യാം. പ്ലസ് 25, 26 നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കിട്ടും. അത് എത്രയാണ്? 90,000 അത് 12 മാസത്തിനുള്ളതാണ്. അതിൽ നമുക്ക് 1/7 വരെ എന്ന് വരുമ്പോ എത്ര മാസം ഉള്ളത്? ഏപ്രിൽ, മെയ്, ജൂൺ. എത്ര മാസം ഉണ്ട്? 3 മാസം. അപ്പം 3/12 എന്താ വരിക? 3/12 എത്ര വരും? 90,000 3/12 ചെയ്താൽ എത്ര വരും? 30,000 വരും അല്ലെ? ഇതാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ബാക്കി അവിടെ നിൽക്കട്ടെ. ഞാൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ ആണോ എന്ന് മാത്രം ഒന്ന് പറഞ്ഞു.
മറ്റേ ഞാൻ ഡിസ്കഷൻ ചെയ്യാം. നിങ്ങൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് മനസ്സിലായോ ഇല്ലേ എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. 1-ാം തീയതി വരെയുള്ള റിസർവ്, അതിന് ശേഷമുള്ള പ്രോഫിറ്റ് 1.90 ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 1.90 പ്രോഫിറ്റ് വരുന്നത്, അത് 90,000. യെസ്, കുറെ ആൾക്കാരൊന്നും ഉണ്ടല്ലോ. അപ്പൊ ഈ 1,30,30,000 മുഴുവൻ ഇയാൾക്ക് കിട്ടുന്നുണ്ടോ? അതിന്റെ 70% കിട്ടുള്ളൂ. 1,30,30,000 70% എത്ര വരിക? 1,30,30,000 70% എത്രയുടെ വരിക? 1-ന്റേത് 70,000, 30,000-ന്റേത് 21,000. അപ്പോ 91,000 ആണോ? 91,000 ആണോ? ഒന്നുകൂടെ പറയാം കേട്ടോ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണോ ഫർഹാന പറയണ്ടേ? ഫർഹാന, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണോ ഒന്നുകൂടെ പറയണ്ടേ? അതല്ല, ഇത് നമ്മൾ നേരത്തെ ചെയ്ത് ഇപ്പൊ തീരുമാനമാക്കിയ സാധനമാണ്. ആലോചിച്ച് നോക്കുക എന്താണ് നോക്കുക. അതായത് പ്രീ അക്വിസിഷൻ അക്വയർ ചെയ്യുന്നതിന്റെ മുമ്പുള്ള പ്രോഫിറ്റ് ആണ് കാണാൻ പോകുന്നത്. അതായത് 1/7/2025 മുമ്പുള്ള പ്രോഫിറ്റ്. അപ്പൊ അതിന് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്നുള്ളത് 1/3/2025 അല്ലെങ്കിൽ 31/3/2025 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്താണ്? 31/3/2025 ആണ്. 31/3/2025 ആണ്. അപ്പൊ 1/7 മുന്നേ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്? 1,00,000 ഉണ്ട്. അത് ആദ്യം എഴുതി. 1/4/2025 ബാലൻസ് ഷീറ്റിലുള്ള 1,00,000 പ്ലസ് ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയത് ഈ എന്താണ് 1,90,000 ആണ്. 31/3 നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ നമുക്ക് 1,00,000 ഉണ്ട്. അപ്പൊ ഈ വർഷം നമ്മൾ എത്ര ഉണ്ടാക്കിയത്? 90,000 ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 90,000 മുഴുവൻ പ്രീ അക്വിസിഷൻ അല്ല. പ്രീ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ പ്രോഫിറ്റ് ഡ്യൂറിങ് ദ 25-26 പ്രോഫിറ്റ് ആണ് ഈ 90,000. അതിൽ 1/7 വരെയുള്ള പ്രോഫിറ്റ് മാത്രമാണ് പ്രീ അക്വിസിഷൻ. അത് എത്ര? ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം. ആ 3 മാസത്തെ പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. അത് എത്രയാണ്? 30,000 രൂപ. അങ്ങനെ ടോട്ടൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,30,30,000. ഓക്കെ ആണോ ഫർഹാന? ആണെങ്കിൽ മാത്രം ഓക്കെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്നും കൂടെ പറയും. ഓക്കെ ആണോ അല്ലേന്ന് പറ. $22,500 22,500 ആണ് അല്ലെ? യെസ്, 22,500 ആണെങ്കിൽ അവിടെ 22,500 എടുക്കുക കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് 22,500 ആണ് കിട്ടിയെങ്കിൽ ഓക്കെ. 22,500 അങ്ങനെ എത്ര വരും? അപ്പൊ 1,22,500 വരും. 1,22,500 കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തുള്ള മാറ്റാം. 1,22,500. ഈ 1,22,500 മുഴുവൻ ഈ ഏക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂല. അതിന്റെ 70% എടുക്കാൻ പറ്റുള്ളൂ. 1,22,500 70% എത്ര എന്ന് പറഞ്ഞേ? 1-ന്റെ 70 70,000, 22,500 70% കൂടെ കിട്ടണം. 1,22,500 70%. ഇതല്ലേ അയാൾക്ക് അർഹതയുള്ളൂ. 85,780 ആണ്. അപ്പൊ ഈ കമ്പനിനെ അക്വയർ ചെയ്യുമ്പോൾ 6 ലക്ഷം രൂപ കൊടുത്തു. അവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇയാളുടെ ഷെയർ ക്യാപിറ്റലിൽ നമുക്ക് എന്ത് കിട്ടി? പാതി കിട്ടി. പാതിയല്ല, അതിന്റെ 70% കിട്ടി. എന്ന് മാത്രമല്ല, കമ്പനിന്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റില് 85,750 കിട്ടി. 85,750 കിട്ടി. അപ്പൊ 6 ലക്ഷം കൊടുത്തതിന് നമുക്ക് എന്തൊക്കെ കിട്ടി? 3,50,000. പിന്നെ ഈ റിസർവില് ഫുള്ളില്ല. റിസർവ് ടോട്ടൽ 1.90 ഒക്കെ എത്തിയാണ്. അതില് 85,750 കിട്ടി. അപ്പൊ ഈ 6 ലക്ഷത്തിന്ന് നമ്മൾ ഈ എമൗണ്ട് കുറച്ചാൽ കിട്ടുന്നതാണ് ഗുഡ്വില്ല്. മനസ്സിലാവോ? 6 ലക്ഷം നമ്മൾ കൊടുത്തു. അതിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലും വിൽക്കുന്ന സമയത്ത് കമ്പനീനെ നമ്മൾ 6 ലക്ഷം കൊടുക്കുന്ന സമയത്ത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലേ അവിടെ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോയതല്ലേ. ഓക്കെ, പ്രീ അക്വിസിഷൻ അതിൽ നമ്മളെ വിയർപ്പും വിയർപ്പും എല്ലാ സാധനങ്ങളും അതിലുണ്ട്. നമ്മൾ പണിയെടുത്തിട്ടുണ്ടാക്കിയത്. അപ്പൊ വാങ്ങണ സമയത്ത് 6 ലക്ഷം കൊടുക്കുക എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ ഇനി വരാനുള്ള പ്രോഫിറ്റ് ഇത്ര നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഏതെടുക്കാൻ പറ്റുള്ളൂ? ഈ ഷെയർ ക്യാപിറ്റലിലുള്ള പ്രൊപ്പോർഷനേറ്റും പിന്നെ പ്രീ അക്വിസിഷനിലുള്ള പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് കൂട്ടുമ്പോ എത്ര കിട്ടുക? 4,35,750 ആണോ?
ആണോ അല്ലേ? 4,35,750 തന്നെയല്ലേ? നോക്കിയിട്ട് പറയട്ടോ. യെസ്. അങ്ങനെയാണെങ്കിൽ 6 ലക്ഷത്തിന് ഈ എമൗണ്ട് കുറച്ചു കഴിഞ്ഞാൽ എത്ര വരും? 1,64,250 വരും. ഇതാണ് ഗുഡ്വില്ല്. ഇതിപ്പോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത്? നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ഷെയർ ക്യാപിറ്റലുള്ള പ്രൊപ്പോർഷനേറ്റ് അതിന്റെ 70% എടുത്തു. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ചു വെച്ച പ്രൊപ്പോർഷനേറ്റ് ഷെയർ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട്. അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉള്ള നമ്മുടെ ഷെയർ അതും എടുത്തു. എന്നിട്ട് പർച്ചേസ് കൺസിഡറേഷന് ഈ രണ്ട് സംഖ്യ അങ്ങോട്ട് കുറച്ചു. ഇവിടെ നെറ്റ് അസറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അസറ്റിന്ന് ലയബിലിറ്റി എടുത്തു കഴിഞ്ഞ് കുറച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് മാത്രം ഇവിടെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ മെത്തേഡ് ക്ലിയർ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. ഈ മെത്തേഡ് ക്ലിയർ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. എല്ലാരും യെസ്. ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ചെയ്ത കണ്ടിന്യൂയിങ് വിത്ത് പ്രീവിയസ് എക്സാമ്പിൾ, നേരത്തെ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നോ? അതിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഒരു 10,000 കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ആൻസർ പച്ച തെറ്റാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്ന ആൻസർ തെറ്റാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഈ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, ഇവിടെ ചെയ്ത ഈ 5ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഡാറ്റയും കൂടെ തന്നു. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? ഈ ഇതിൽ നോക്കുക, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഒരു 10,000 കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ഗുഡ്വില്ല് കാണാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെ കാണുക? ആദ്യം നമ്മൾ കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ എഴുതുക. പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, 2,60,000 രൂപ. പിന്നെ പെയ്ഡ് അപ്പ് വാല്യൂയിലുള്ള ഷെയർ എത്രയാണ്? പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ കമ്പനിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 25,000 × 10 ആണ്. 2,50,000 ഷെയർ എത്രയാണ്? 2,00,000ന്റെ 80%, അതായത് 2 ലക്ഷമാണ് അല്ലെ? 2 ലക്ഷമാണ്. അത്രല്ലേ കിട്ടുള്ളൂ. അതിന് പുറമെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 10,000 ഉണ്ട്. ഈ 10,000 മുഴുവൻ നമുക്കുള്ളതാണോ? നമുക്ക് അതിൽ 80% ഉള്ളൂ. അപ്പൊ ആ 8,000 കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 2,60,000 കിട്ടാൻ വേണ്ടിയിട്ട് 2,08,000 ആണ് ചെലവാക്കിയിട്ടുള്ളത്. അല്ല, 2,60,000 നമ്മൾ ചെലവാക്കിയപ്പോ നമുക്ക് കമ്പനിന്റെ ഷെയറിൽ 2 ലക്ഷം കിട്ടി, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ 8,000 കിട്ടി. അതായത് 2,08,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അഡീഷണലി കൊടുത്ത 52,000 രൂപ നമുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇതിന്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇന്ന് രാത്രി നമുക്ക് അതിലേക്ക് പോവാം. രാത്രി മീൻസ് 4 to 6 ഇടയിൽ ഞാൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തീർത്തരാം. അവിടെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരും. ഞാൻ ആദ്യം ഈ വിശദീകരിച്ചതിന്റെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യട്ടോ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായണോ? നേരത്തെ ചെയ്ത 5ാമത്തെ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കൂടെ തന്നാൽ എന്ത് ചെയ്യും? അതാണ് ഇപ്പൊ ചെയ്തത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ എടുക്കാം. ഇനി മറ്റത് വെച്ച് ചെയ്യാം. എന്നിട്ട് പിന്നെ കൺസിഡറേഷന് എന്ത് ചെയ്താൽ മതി? അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ അതിന് പോകണ്ടെങ്കിൽ ഈ മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. 2,50,000 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 2 ലക്ഷത്തിന് അതിലേക്ക് നമ്മുടെ ഈ എമൗണ്ടും കൂടെ കൂട്ടി കൊടുക്കുക. നെറ്റ് അസറ്റ് കിട്ടിയതിലേക്ക് ആഡ് ചെയ്താലും മതി, അങ്ങനെയും ചെയ്യാം. പക്ഷെ അങ്ങോട്ട് പോകണ്ട. ഇത് ക്ലിയർ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നേരത്തെ ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ അത് നോക്ക്. 80% ഷെയർ അക്വയർ ചെയ്തിട്ടുണ്ട്. എത്ര അതിന് കിട്ടിയത്? 25,000 ഓക്കെ, 10 ഈച്ച് ഷെയർ കിട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ എത്രയാണ്? 25,000, 10 ഈച്ച് ആണ്. അതിന് കൺസിഡറേഷൻ കൊടുത്ത് 2,60,000 ആണ്. അതിൽ അസറ്റും ലയബിലിറ്റിയും ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അതിലേക്ക് ഒരു അഡീഷൻ ഒരു ഡാറ്റയും കൂടെ തന്നു. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 10,000 ഉണ്ട് എന്ന് പറഞ്ഞു. വാല്യൂ ഓഫ് ഗുഡ്വില്ല് കാണാനാ പറഞ്ഞത്. ഓക്കെ, വാല്യൂ ഓഫ് ഗുഡ്വില്ല് എങ്ങനെ കാണും? അതിനാദ്യം നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ആയ 2,60,000 കൊണ്ട് എടുത്ത് എഴുതുക. ദെൻ കമ്പനിന്റെ പെയ്ഡ് അപ്പ് ഷെയർ എത്ര? 25,000 × 10, അതാണ് 2,50,000.
അതിൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 80% കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2,80,000 80% എന്ന് പറയുമ്പം 2 ലക്ഷം രൂപയാണ്. പ്ലസ് നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, നമ്മൾ പൈസ 2,60,000 കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അത് കമ്പനിന്റെ പ്രോഫിറ്റ് 10,000 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? അതിന്റെ 80% 8,000 ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2,60 കൊടുത്തപ്പം എനിക്ക് കിട്ടിയത് 2,800 ആണ്, 2,08,000 ആണ്. അപ്പൊ ബാലൻസ് ഉള്ള 52,000 എന്റെ ഗുഡ്വില്ലാണ്, ഞാൻ അധികം കൊടുത്തതാണ്. ക്ലിയർ ആണോ? അല്ലേ? ഇവിടെ നെറ്റ് അസറ്റ് മാത്രം എടുത്താൽ പോരാ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് 2,60 കൊടുക്കുമ്പോ. എല്ലാവരും ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ അപ്പത്തിന് മറന്നു നിങ്ങൾ, അതാണ് നിങ്ങൾ നേരത്തെ ഒന്നും ഉണ്ടാകത്ത്. നമുക്ക് എന്നാ നിങ്ങൾക്ക് അത് പറഞ്ഞൂടെ മനസ്സിലായില്ലാന്ന്? ഇനി നെഗറ്റീവ് ഗുഡ്വില്ലും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അത് വലിയ റിസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് നെഗറ്റീവ് ഗുഡ്വില്ല് നോക്കാം. നെഗറ്റീവ് ഗുഡ്വില്ല് എന്ന് പറഞ്ഞാൽ കമ്പനിന്റെ നെറ്റ് അസറ്റ്, പെട്ടെന്ന് പറയാട്ടോ, കമ്പനിന്റെ നെറ്റ് അസറ്റ് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. അതിൽ നമ്മൾ കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? 4 ലക്ഷമേ ഉള്ളൂ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, കമ്പനിന്റെ അസറ്റ് നമുക്ക് 5 ലക്ഷം തരുന്നുണ്ട്, അതിന് നമ്മൾ എത്രയേ കൊടുക്കുന്നുള്ളൂ? 4 ലക്ഷമേ കൊടുക്കുന്നുള്ളൂ. കോയി വേസ്റ്റ് പോലെ എന്ന് പറയാറില്ല നമ്മള്, കൊണ്ടുപോകും വേണം, അതിന് പൈസയും കൊടുക്കണം. അതേപോലെ കമ്പനിന്റെ 5 ലക്ഷം അസറ്റ് നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ എത്ര തന്നാ മതി? 4 ലക്ഷം തന്നാ മതി. അപ്പൊ ഇത് നെഗറ്റീവ് ഗുഡ്വില്ലാണ്. എന്താണ്? നെഗറ്റീവ് ഗുഡ്വില്ലാണ്. ഈ 1 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് ബെനിഫിറ്റ് ആണ്. ഇതിനെ നെഗറ്റീവ് ഗുഡ്വില്ല് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇതെന്താണ്? ക്യാപിറ്റൽ റിസർവ്. ഇതിനെ നമ്മൾ നെഗറ്റീവ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഗുഡ്വില്ല് നെഗറ്റീവിൽ ഇതല്ല ചെയ്യുക, അത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുക ചെയ്യുക. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്താണ്? 5 ലക്ഷത്തിന്റെ അസറ്റ് പിടിച്ചലിച്ച് ഇടങ്ങാറാക്കി ബാർഗെയിൻ ചെയ്ത് 4 ലക്ഷത്തിന് വാങ്ങാണ്. അങ്ങനെ ബാർഗെയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗെയിൻ എത്രയാണ്? 1 ലക്ഷമാണ്. നെഗറ്റീവ് ഗുഡ്വില്ലിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ ഇല്ലേന്നൊന്ന് പറയും. 5 ലക്ഷം അസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കൊടുക്കണുള്ളൂ, 4 ലക്ഷമേ കൊടുക്കണുള്ളൂ. നേരത്തെ അധികം കൊടുത്തെങ്കിൽ ഇവിടെ കുറച്ചേ കൊടുക്കണുള്ളൂ. അപ്പൊ അവിടെ ഉള്ളത് ആ കമ്പനിക്ക് എന്തോ പോരായ്മ ഉള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, കോയി വേസ്റ്റ് മണക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അധികം കുറച്ച് പൈസ കൊടുത്തിട്ട് ഇതാവണത്. അതാണ് നെഗറ്റീവ് ഗുഡ്വില്ല് എന്ന് പറയുന്നത്. ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. കാര്യം ഇതാണ്. ഇത് ക്വസ്റ്റ്യൻ ഇതും കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. എക്സാമ്പിൾ 7 ഒന്ന് നോക്കാം. A Limited purchased 75% of B Limited. The share capital consists of 40,000 shares of 10 each ആണ്. കൺസിഡറേഷൻ പേ ചെയ്തത് 2,80,000. ഓക്കെ, അതിന്റെ അസറ്റ് 5 ലക്ഷം ഉണ്ട്, ലയബിലിറ്റി 1 ലക്ഷം ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ്വിൽ ഏതാച്ചാൽ അത് കാണാനാ പറഞ്ഞിട്ടുള്ളത്. ഇത് ശ്രദ്ധിക്കുക. ഇവിടെ നെറ്റ് അസറ്റ് എത്ര ഉള്ളത്? ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് അസറ്റ് ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ. നെറ്റ് അസറ്റ് എത്ര ഉള്ളത്? 4 ലക്ഷം. ഈ 4 ലക്ഷത്തിൽ മുഴുവനും ഇയാൾക്ക് അർഹത ഉണ്ടോ? അധികാരം ഉണ്ടോ? 4 ലക്ഷത്തിൽ മുഴുവനും ഇയാൾക്ക് അധികാരം ഉണ്ടോ? ഇല്ല. എത്രയുള്ളൂ? 4 ലക്ഷത്തിന്റെ 75%-ത്തിനേ ഉള്ളൂ. 75%. അങ്ങനെ 75% കാണുക. 4 ലക്ഷത്തിന്റെ 3 ലക്ഷത്തിന് അധികാരമുള്ളൂ. പക്ഷെ അതിന് ഇയാൾ എത്ര കൊടുത്തിട്ടുള്ളൂ? 2,80 കൊടുത്തിട്ടുള്ളൂ. 3 ലക്ഷം കിട്ടാൻ വേണ്ടി 2,80 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ബാർഗെയിൻ ചെയ്തിട്ട് 20,000 കുറച്ചിട്ടുണ്ട്. ആ 20,000 നമ്മൾ എന്ത് വിളിക്കും? നെഗറ്റീവ് ഗുഡ്വില്ല് അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന് പറയാം. ഇനി ഇതേ സാധനം ഷെയർ വെച്ചും ചെയ്യാട്ടോ. 40,000 ഷെയർ ഓഫ് 10 ഈച്ച് ഇല്ലേ? അപ്പൊ 4 ലക്ഷമായി. ഇത് ആ 4 ലക്ഷം ഇവിടെ എത്തിയില്ലേ? അങ്ങനെയും ചെയ്യാം. 40,000 ഷെയർസ് ഓഫ് 10 ഈച്ച് ഇല്ലേ? 4 ലക്ഷം അല്ലേ കമ്പനിന്റെ? മനസ്സിലായോ ഇല്ലേന്നൊന്ന് കമന്റ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇല്ലേന്നൊന്ന് കമന്റ് ചെയ്യും. എല്ലാരും. ഓക്കെ, ഇനി നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒക്കെ പറയാനുണ്ട്. ഇത് ഞാൻ ഇടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്
ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ പറയാം, അല്ലെങ്കിൽ മറ്റൊരു സമയത്തും പറയാം. ഇതൊരു റിസ്ക് ഇല്ല. ഒരു 10 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ തീർക്കാം. അങ്ങനെയാണെങ്കിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ഒരു 10 മിനിറ്റും കൂടെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കാം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ 2 ലക്ഷമാണ് എന്തുണ്ടായിരുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ഇത് 2-3 മെത്തേഡ് ഉണ്ട്. ഇത് നമുക്ക് വേറൊരു സെഷൻ ചെയ്യാം. ഓക്കെ, അതായിരിക്കും നന്നാവുക. 2-3 മെത്തേഡിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇല്ല അല്ലേ, ഒറ്റ മെത്തേഡേ ഉള്ളൂ. ഇല്ല, 2 മെത്തേഡേ ഉള്ളൂ. അത് ഒരേ കാര്യം തന്നെയാണ്, വിഷയമൊന്നുമില്ല. നമ്മളിത് ഡിസ്കസ് ചെയ്ത് പോലെ അല്ല നല്ലത്. ഡിസ്കസ് ചെയ്ത് പോവല്ലേടാ നല്ലത്. ഇനിയിപ്പോ വെയിറ്റ് ചെയ്യണോ? നിങ്ങൾ പറഞ്ഞോ അതിനനുസരിച്ച് ചെയ്യാം. എന്താ അവസ്ഥ എന്ന് പറയും. കണ്ടിന്യൂ ചെയ്തൂടെ? മടുത്തണമെങ്കിൽ നമുക്ക് നിർത്താം. 4 മണിക്ക് വരാം. ചായ എന്നാ പിന്നെ 4 മണിക്ക് ചെയ്യാം കേട്ടോ. 4 മണിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ അവസാനിപ്പിക്കാം. കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? നല്ലോണം നോക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയാണ്ടോ? ഓക്കെ അല്ലേ? ഞാൻ റെക്കോർഡിംഗ് ഒക്കെ നിർത്തുകയാണ്. അപ്പൊ ഇവിടെ അവസാനിപ്പിച്ചു. വേറെ നിശാന നല്ലോണം വർക്ക് ചെയ്യാം. ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്, നല്ലോണം വർക്ക് ചെയ്യുക. ഇനിയിപ്പോ ഇത് മാത്രം നമുക്ക് ഇല്ല. എക്സാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇട്ട എഫേർട്ടിനൊക്കെ ഒരു വലിയ ബെനിഫിറ്റ് ആയിരിക്കും അത്. അപ്പൊ അതിന് സ്പെഷ്യൽ ഇരുന്നു, കുറെ ലൈവ് സെഷൻ ഇരുന്നു, കുറെ യൂട്യൂബിൽ കണ്ടു, ഇങ്ങനെയൊക്കെ കവർ ചെയ്തതല്ലേ. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എക്സാമുകളിൽ ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ കിട്ടണ്ടേ. നല്ലോണം ട്രൈ ചെയ്യുക. ഈ ബാലൻസ് ഷീറ്റിന്റെ പ്രോബ്ലം കൂടെ ചെയ്താൽ നമുക്ക് എന്താവും, ഈ ചാപ്റ്റർ വളരെ നല്ല രീതിയിൽ കയ്യിൽ കിട്ടും. ഒരു എസ്സേ കൈകാര്യം ചെയ്യാനും പറ്റും. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. യെസ്, ഓഫ് ആക്കി.